ഞാൻ വളരെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസൻ ഡോക്ടർ സാബു പോൾ നമ്മുടെ മധ്യത്തിലുണ്ട്. ഞാൻ ശുശ്രൂഷിക്കിറങ്ങിയ ആ കാലയളവിൽ ആദ്യ കാലഘട്ടത്തിൽ പുള്ളി വിദ്യാദാസനോട് കാലയിൽ പഠിക്കുന്ന സമയം ഞാൻ ഓർക്കുന്നു. 10-20 വർഷങ്ങൾക്ക് മുമ്പ് ദൈവദിനം പഠിക്കുന്ന നാൾ മുതൽ എനിക്ക് അടുത്തിടപെടാനും സഹകരിക്കുവാനും എൻ്റെ നാട്ടിൽ പോകാനും ഒക്കെയുള്ള അവസരങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. പ്രാർത്ഥിക്കാനും സമയങ്ങളിൽ ദൈവാലോചനകൾ പങ്കുവെപ്പാനൊക്കെയുള്ള അവസരങ്ങൾ കർത്താവ് നൽകിയിട്ടുണ്ട്. അന്ന് മുതലുള്ള ആ വലിയ ദൈവത്തിന്റെ സ്നേഹത്താലുള്ളൊരു വലിയ ബന്ധത്തെ ഓർത്ത് കർത്താവിനെ ബോധ്യപ്പെടുത്തുന്നു. ദൈവം തന്നെ ഒത്തിരി ഉപയോഗിക്കുകയും അനേക നമ്മുടെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ പല പ്രധാന ചർച്ചുകളിലൊക്കെ വർഷങ്ങൾ ശുശ്രൂഷയിലായിരിക്കും. അവിടെയൊക്കെ പല പ്രാവശ്യം എനിക്ക് കടന്നു പോകുവാൻ ദൈവം തലേന്നോടത്തോട്ട് മിക്കവാറും സ്ഥലങ്ങളിൽ കടന്നുപോയി ശുശ്രൂഷിപ്പാനായിട്ട് ദൈവം അവസരം നൽകി. ഇപ്പോൾ മസ്കറ്റിലാണ്. മസ്കറ്റിലുള്ള കാലുവരി ഫെലോഷിപ്പ് ചർച്ചിന്റെ പാസ്റ്ററായിട്ട് അവിടെ ശുശ്രൂഷയിലായിരിക്കുന്നു. ദൈവദാസനെ വിവിധ നിലകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വഴികൾ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നമ്മെല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിപ്പാനിടയായിത്തീരട്ടെ എന്ന് ദൈവത്തിന്റെ ദാസന്റെ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇന്ന് പകൽ ഇടപെടും. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ നിലയിൽ ഉപയോഗിക്കുന്ന ദൈവദാസനാണ് തന്നെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. താനുമായുള്ള ആ നല്ല ബന്ധം ഇത്രയും കാലങ്ങളിൽ ഒരുമിച്ച് ഒരു സഹോദരനെ പോലെ സ്നേഹിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടെന്നെല്ലാം ഓർത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്ന് കർത്താവിന്റെ ദാസൻ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കും. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ശുശ്രൂഷയ്ക്കായി സാബു പാസ്റ്ററെ ക്ഷണിക്കുക. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ഈ സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ബെഥൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ സഭായോഗത്തിൽ എനിക്കും വന്ന് സംബന്ധിക്കുവാൻ, നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭായോഗം ലീഡ് ചെയ്യുകയും 57-ാം സങ്കീർത്തനത്തിൽ നിന്ന് വളരെ ഹ്രസ്വമായ സമയത്തിനുള്ളിൽ അനുഗ്രഹീതമായ ആഴമേറിയ ഒരു ആലോചന എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം എന്ന് ശക്തമായ സന്ദേശം നൽകിയ പ്രിയ സാംകുട്ടി പാസ്റ്റർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. വളരെ അനുഗ്രഹീതമായ നിലയിൽ പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന കർത്താവിന്റെ ദാസൻ, എൻ്റെ സ്നേഹിതനും കൂടിയായിരിക്കുന്ന പ്രിയ സാംസൺ, അതിനോട് ചേർന്ന പ്രിയപ്പെട്ടവർ, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതോടൊപ്പം തന്നെ ക്രിസ്തുവിൽ ഞാൻ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പ്രിയ PS ജോണി പാസ്റ്റർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയിലെ എല്ലാ ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. വിശിഷ്യ സാൽവിൻ്റെ പേര് ഞാനിവിടെ കാണുന്നു. സാൽവിൻ ബ്രദറിൻ്റെ മാതൃസഭയിൽ കടമ്പനാട് ആയിരിക്കാൻ കർത്താവ് ഞങ്ങൾക്കും അവസരം നൽകി. തൻ്റെ മാതാപിതാക്കൾ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിനോട് ബന്ധത്തിൽ വളരെ അനുഗ്രഹീതമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ദൈവം ഇങ്ങനെ തന്ന അവസരത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു. പ്രിയ ജോണി പാസ്റ്റർ പറഞ്ഞതുപോലെ എൻ്റെ വചന പഠന കാലയളവിലാണ് ഞാൻ കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുന്നത്. എനിക്ക് ഒത്തിരി ഈ ഏച്ചുകെട്ടൊക്കെ ഉള്ളവരെ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഞാനും ഈ പെരുമ്പാവൂർ ഭാഗത്തുള്ള ആളായതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ തുറന്നിടപെടുന്ന, പച്ച മനുഷ്യനായി ഇടപെടുന്ന പ്രിയ കർത്താവിൻ്റെ ദാസനെ അന്നേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അന്ന് മുതൽ ആ സ്നേഹ ബന്ധം വർദ്ധിക്കാനിടയായി. പിന്നെ ദൈവാസനം ഓർമ്മിപ്പിച്ചതുപോലെ ഞങ്ങൾ ഇരുന്ന സഭകളിൽ എല്ലാം തന്നെ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. ആ ശുശ്രൂഷകൾ ഞങ്ങൾക്കും ഞങ്ങളിരുന്ന ദൈവസഭകൾക്കും അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ സമയത്ത് പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ലോകമെങ്ങും വളരെ ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന കർത്തദാസന്റെ സഭയിൽ ഇങ്ങനെ എനിക്കും ഒരവസരം ദൈവം നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എഴുതിക്കൊണ്ടിരുന്ന ഒരു വിഷയത്തോടെ ബന്ധത്തിൽ ഞങ്ങൾ തമ്മിൽ അല്പം സംസാരിപ്പാനൊക്കെ ഇടയായി തീർന്നു ചില നാളുകൾ ശേഷമായിട്ട്. അങ്ങനെ ഒന്നുകൂടെ പ്രൈസ് ദി ലോർഡ് അടുത്തിടപഴകുകയും അതോടൊപ്പം തന്നെ ഇങ്ങനെ വീണ്ടും കർത്താവ് നൽകിയ അവസരത്തിനായും ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും എൻ്റെ
സ്നേഹ വന്ദനം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് വചന ശുശ്രൂഷയുടെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. എനിക്കറിയാം വളരെ നന്നായി വചനം പറയുന്ന ഒരു കർത്താവദാസനാണ് നിങ്ങളുടെ ദേവദാസൻ. പ്രൈസ് ദി ലോർഡ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ കാലഘട്ടങ്ങളിൽ സൂം മീറ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ളവർക്ക് ചുമ്മാ അവസരം നൽകുന്നു എന്നേ ഉള്ളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തായാലും വ്യത്യസ്തരായ കർത്തദാസന്മാരിലൂടെ ആലോചനകൾ കേൾക്കാനിടയാകുന്നത് തീർച്ചയായിട്ടും സന്തോഷമാണല്ലോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളോട് സംസാരിപ്പാൻ എനിക്ക് ലഭിച്ച അവസരം എനിക്കും സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സാംസൺ ബ്രദർ ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ആ നിലയിലൊക്കെ ട്രെയിൻ ചെയ്ത് കാണുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നമ്മുടെ ഈ സൂമിൽ അടിയിൽ ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്കറിയാം. നമുക്ക് ഇന്നത്തെ കാലത്ത് നേരിട്ട് ചോദ്യം ചോദിക്കാനും മറുപടി പറയാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാനാണെങ്കിൽ അധ്യാപകനായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അറിയാതെ ചോദ്യം ചോദിക്കുന്ന സ്വഭാവമുണ്ട്. പ്രൈസ് ഉള്ളൂ. പക്ഷെ നിങ്ങളിങ്ങനെ മ്യൂട്ടൊക്കെ മാറ്റിയല്ലേ അവിടെ പറയാൻ നോക്കിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങളെങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി സാംസൺ ദേവദാസനെ എങ്ങനെ നിങ്ങളെ പഠിപ്പിച്ചെന്ന് അറിയാൻ വേണ്ടി ഒരു അവസരം ഞാൻ ആദ്യമേ തരികയാണ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞ പുതിയ നിയമ എഴുത്തുകാരൻ ആരാണെന്ന് ഈ ചാറ്റിൽ വേഗം ഒന്ന് നിങ്ങൾ ചാറ്റ് ചെയ്യാമോ? പ്രൈസ് ദി ലോർഡ്. പ്രതികരിക്കാമോ? നിങ്ങളെ പ്രതികരണ ശേഷി ആദ്യമേ അറിഞ്ഞിട്ട് വേണം പിന്നെ ചോദ്യം ചോദിക്കണോ വേണ്ടയോ തീരുമാനിക്കാൻ. പ്രൈസ് ദി ലോർഡ്. 2 ആൻസറാണ് ഞാൻ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സോളമൻ ആണെന്ന് രൂത്ത് സിസ്റ്റർ പറയുന്നു. സാൻസി പറയുന്നു പോളാണ്. പ്രൈസ് ദി ലോർഡ്. സാംകുട്ടി എം ഇ പറഞ്ഞു ജോൺ. ബദേൽ ഷാരോൻ ജോൺ. സജി ജോസഫ് പോള്. ഓക്കെ, നിങ്ങളുടെ ഭൂരിപക്ഷ തീരുമാനത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കുകയാണ്. പുതിയ നിയമ എഴുത്തുകാരിൽ നിങ്ങൾ പ്രതികരിക്കുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം യോഹന്നാൻ ഈ സ്നേഹം എന്ന വിഷയം വളരെ ശക്തമായി പറഞ്ഞ ഒരു കർത്തദാസൻ. ഇന്ന് പകൽ യോഹന്നാൻ്റെ ലേഖനത്തിൽ നിന്നും ഒരു വാക്യമാണ് ഞാൻ വായിച്ച് നിങ്ങളോട് തിരുവനന്തപുരം സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗം ഞാൻ തന്നെ വായിക്കുന്നു. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ വചനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷവും യോഹന്നാൻ്റെ ലേഖനവും ഒക്കെ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ ചില പ്രത്യേകതകളൊക്കെ അതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം വിശുദ്ധ ബൈബിൾ ആരംഭിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാണ്. ആദിയിൽ എന്ന് പറഞ്ഞാണ് ബൈബിൾ ആരംഭിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നതോ ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആദിയിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ലേഖനത്തിലേക്ക് വരുമ്പോഴോ യോഹന്നാൻ പറഞ്ഞു ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒക്കെ നമുക്ക് ആദി എന്ന പദപ്രയോഗം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം നമുക്കറിയാം മറ്റു 3 സുവിശേഷങ്ങൾ വ്യത്യസ്തമായ സുവിശേഷമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നു. അതിലെ രീതികളെല്ലാം വ്യത്യസ്തമാണ്. മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ജനന വിവരണം പറയുന്നതിന് പകരമായി പ്രീ എക്സിസ്റ്റൻസ് പറഞ്ഞ് ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുൻപ് യേശുവിന്റെ ചരിത്രം പറഞ്ഞ് യോഹന്നാൻ തുടങ്ങും, ദൈവത്തിന് തെളിയിക്കുന്നു. അതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ആ 1-ാമത്തെ ഭാഗത്തും വെളിച്ചം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോഗോസ് എന്നും വെളിച്ചമെന്നും ജീവനെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു എന്ന് പറഞ്ഞാണ് യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ലേഖനത്തിലേക്ക് വരുമ്പോൾ അല്പം കൂടെ വ്യത്യസ്തമായിട്ട് താൻ സംസാരിക്കുന്നു. അതിന്റെ കാരണം അപ്പോഴേക്കും ഒത്തിരി തത്വചിന്തകൾ ഡെവലപ്പ് ചെയ്തു. നോസ്റ്റിസിസം, ഡോസറ്റിസം, സെറിന്തിനിസം എന്നൊക്കെ പറഞ്ഞ ഒത്തിരി സംഗതികൾ. അപ്പോൾ ഇങ്ങനെയുള്ള തത്വചിന്തകൾ ഫിലോസഫീസ് പഠിച്ച ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അവരിൽ ചില ആളുകളൊക്കെ അവർ പഠിച്ച തത്വചിന്തയനുസരിച്ച് ഈ ക്രിസ്തീയ വിശ്വാസത്തെയും വ്യാഖ്യാനിക്കാൻ തുടങ്ങി. യേശു വേറെ, ക്രിസ്തു വേറെ, യേശു ശരിക്കൊരു മനുഷ്യനായിരുന്നില്ല, ഒരു ഫാൻഡമായിരുന്നു, ഒരു തോന്നലായിരുന്നു. ഇങ്ങനെ തുടങ്ങിയ പലതും ആമേൻ സഭക്കകത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രമിച്ചു. നമുക്കറിയാം ആദിമ നൂറ്റാണ്ടിൽ യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിക്ക് ശേഷമായി ദൈവസഭ സ്ഥാപിക്കപ്പെടുന്നു. സാധാരണക്കാരായ ആളുകളാണ് സഭയുടെ ഭാഗമായി തീരുന്നത്. അവർ എല്ലാം ദൈവം പറഞ്ഞത് അംഗീകരിക്കുകയും അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. സഭ അതിവേഗം വളർന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ബുദ്ധിരാക്ഷസന്മാർ പലരും ഇങ്ങനെ അകത്ത് വരികയും തെറ്റായ പലതും പഠിപ്പിച്ച് ചിന്തകളൊക്കെ വ്യത്യസ്തമാക്കി
അല്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടാക്കി ജനങ്ങളിൽ അത് പ്രശ്നമാക്കി തീർക്കുന്നത്. അതിന് മധ്യത്തിൽ പൗലോസും അതുപോലെ സഹോദരൻ യോഹന്നാനും ഒക്കെ ശക്തമായി എഴുത്തുകൾ എഴുതുന്നു. നമുക്കറിയാം പെന്തക്കോസ്ത് മൂവ്മെന്റിന്റെ ആരംഭത്തിൽ ഇവിടെയും ലോകത്തെവിടെയും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് ശക്തമായ സ്വാതന്ത്ര്യം നൽകി അവസരം നൽകി വളർന്ന പെന്തക്കോസ്ത് സമൂഹം പ്രൈസ് ദി ലോർഡ് ലോകമെങ്ങും വളരെ വേഗത്തിലാണ് വ്യാപിച്ചത്. വലിയ തിയോളജി പഠിച്ചിട്ട് അതിനെയൊക്കെ തലനാരിറകി പരിശോധിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദൈവപ്രവൃത്തി ശക്തമായി വെളിപ്പെട്ടു. എന്നാൽ ഈ നാളുകളിൽ നമ്മുടെ ഇടയിലും ഒത്തിരി ബുദ്ധിമാന്മാരിങ്ങനെ വളരുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെയും ആരാധനയെയും അന്യഭാഷയും ഒക്കെ അവരെ ഇങ്ങനെ തലനാരിറകി പരിശോധിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ ഒരു കാര്യമാണ് ഞാനും ഇടപെടുവാനിടയായി തീർന്നത്. അന്യഭാഷ സംബന്ധമായി എൻ്റെ ശുഭദിന സന്ദേശം ഞാൻ എഴുതി വന്നപ്പോൾ അതിനെക്കുറിച്ച് എഴുതി. അത് ലൈവ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് 2 ലൈവ് നടന്നു. 3ാമത്തെ ലൈവ് ഇന്നലെയായിരുന്നു. പക്ഷേ ചെയ്തെടുത്ത് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഷെയർ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്തായാലും ബഥേൽ ഷാരോൺ ചർച്ചിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള ആരാധനയ്ക്ക് നേതൃത്വം വഹിക്കുന്ന പ്രിയപ്പെട്ടവർ, അതിനെ ഇഷ്ടപ്പെടുന്നവർ, ദൈവദാസൻ, അവരെയൊക്കെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തീർച്ചയായും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം, യോഹന്നാന് ഇങ്ങനെയുള്ള ചിന്തകൾക്ക് നടുവിലാണ് പറയുന്നത്, ഈ യേശു ഒരു ഫാൻഡമായിരുന്നില്ല. കാരണം ഞങ്ങൾ കണ്ടതാണ്, തൊട്ടതാണ്, ഞങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്നു. അവൻ ഒരു മനുഷ്യനായി തന്നെ ഈ ലോകത്തിൽ ജീവിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ കാര്യം പറഞ്ഞാണ് തന്റെ ലേഖനം താൻ ആരംഭിക്കുന്നത്. തുടർന്ന് മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് യാക്കോബിന്റെ ലേഖനം മാത്രമാണ് പ്രായോഗികതയുടെ ലേഖനമെന്ന. അതുകൊണ്ട് തന്നെ മാർട്ടിൻ ലൂഥറിന് അത് വലിയ താല്പര്യമല്ലായിരുന്നു, നമുക്കറിയാം. എന്നാൽ യോഹന്നാന്റെ ലേഖനം ശരിക്കും വായിച്ചു നോക്കിയാൽ അതിൽ ഒത്തിരി പ്രായോഗികത പറയുന്നുണ്ട്. നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാണെങ്കിൽ നിങ്ങൾ ഇരുട്ടിൽ നടക്കാൻ പാടില്ല, നിങ്ങൾ പാപത്തിൽ തുടരാൻ പാടില്ല, നീതിക്ക് വേണ്ടി നിൽക്കണം, നിങ്ങളിൽ സ്നേഹം ഉണ്ടാകണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ ആ വിശ്വസിക്കുന്ന യഥാർത്ഥമായ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് താൻ പറഞ്ഞു വരുന്നു. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇന്ന് പകൽ ഞാൻ വായിച്ച വേദഭാഗത്തിലേക്ക് വരാം. അവിടെ പറയുകയാണ്, എന്തിനാണ് യേശുക്രിസ്തു ലോകത്തിൽ വന്നത് എന്നുള്ളതിന് ഒരു വിശദീകരണം പറയുകയാണ്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഇന്ന് നമ്മുടെ പ്രധാന ചിന്താവിഷയം അതാണ്, യേശു വന്നതിന്റെ ഉദ്ദേശം. യോഹന്നാൻ തന്നെ തന്റെ സുവിശേഷം 10:10 പറയുന്നുണ്ട്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അപ്പോൾ പിശാച് ലോകത്തിലേക്ക് വന്നത് മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനുമാണ്. തൊട്ടു താഴെ പറയുന്നു, എന്നാൽ യേശു വന്നത് ജീവൻ നൽകുവാൻ, സമൃദ്ധിയായ ജീവൻ നൽകുവാനാണ്. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വശത്ത് നമ്മെ തകർക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ, നമ്മുടെ സന്തോഷത്തെ ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കുന്ന, നമ്മളെ അനുഗ്രഹത്തെ മോഷ്ടിക്കുന്ന, നമ്മുടെ സ്വാതന്ത്ര്യത്തെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന പൈശാചിക പോരാട്ടങ്ങൾ ഒരു വശത്തുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ, മറുവശത്ത് നമുക്ക് ജീവൻ നൽകുക മാത്രമല്ല സമൃദ്ധിയായ ജീവൻ നൽകുവാൻ വന്ന ദൈവപുത്രനെ കുറിച്ച് വചനം പറയുന്നു. ആ ദൈവപുത്രനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ, ആ പരിശുദ്ധാത്മ ശക്തിയെ അവൻ അനുഭവിച്ചറിയുവാൻ ദൈവം നമുക്ക് നൽകിയ കൃപകൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഈ ജീവനും സമൃദ്ധിയായ ജീവനും തമ്മിലുള്ള വ്യത്യാസം? പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് സാധു സുന്ദർ സിംഗ് പറഞ്ഞ ഒരു ഉദാഹരണം നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല. അത് പറഞ്ഞ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജീവനും സമൃദ്ധിയായ ജീവനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സാധു സുന്ദർ സിംഗ് പറഞ്ഞ ഉദാഹരണം ഇതാണ്. ഒരു മനുഷ്യൻ കഴുത്തിന് താഴോട്ട് പാരലൈസ് ആയി പോയിട്ട് അദ്ദേഹം ഒരു തറയിൽ ഇങ്ങനെ കിടക്കുകയാണ്. തലയനക്കാം, ഒച്ചയുണ്ടാക്കാം, പിന്നെ അതൊക്കെ കഴിയും. പക്ഷേ തൻ്റെ കഴുത്തിന് താഴോട്ട് അനക്കാൻ കഴിയത്തില്ല. അദ്ദേഹം ഈ തറയിൽ കിടക്കുമ്പോൾ ഒരു വിഷപ്പാമ്പ് ഇഴഞ്ഞ് തൻ്റെ അരികിലേക്ക് വരുന്നത് ഈ മനുഷ്യൻ കണ്ടു. അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് വന്ന് എന്നെ കൊത്തും, താൻ മരിക്കും. അതുകൊണ്ട് ഈ മനുഷ്യൻ അവിടെ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി, ഒച്ചയുണ്ടാക്കി, ആരെങ്കിലും വരണേ, രക്ഷിക്കാൻ വരണേ, പിന്നെ പാമ്പ് വരുന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. പക്ഷേ ഈ മനുഷ്യൻ ഇങ്ങനെ ബഹളമുണ്ടാക്കി ഈ ശബ്ദം കൊണ്ട് ഇതിനെ ഓടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ വിഷപ്പാമ്പ് വന്ന് ഈ മനുഷ്യനെ കൊത്തി അദ്ദേഹം മരിക്കാനിടയായി. എന്നാൽ ഇദ്ദേഹത്തിന്റെ ബഹളം കേട്ട അപ്പുറത്ത് എവിടെയോ ആയിരുന്ന ഒരാള് ഓടി വന്ന് ഈ മുറിക്കകത്ത് വന്നപ്പോൾ വിഷപ്പാമ്പിനെ കണ്ടു. ഉടനെ അദ്ദേഹം പോയി ഒരു വടിയെടുത്തുകൊണ്ട് വന്ന് വിഷപ്പാമ്പിനെ അടിച്ച് കൊന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് ഈ സാധു സുന്ദർ സിംഗ് പറയുന്ന സമയത്ത് പാമ്പിനെ അടിച്ചു കൊല്ലുന്നതും നിയമപ്രകാരം പ്രശ്നമല്ലായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോഴാണ് നമുക്ക് വാവസുരേഷനെ വിളിച്ചേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ മനുഷ്യൻ അടിച്ചു കൊന്നു. എന്നിട്ട് സാധു സുന്ദർ സിംഗ് പറയുന്നു, എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? ആദ്യത്തെ ആൾക്ക് ജീവൻ ഉണ്ടായിരുന്നു, പക്ഷെ രണ്ടാമത്തെ ആൾക്ക്
സമൃദ്ധിയായ ജീവൻ ഉണ്ടായിരുന്നു. ഇതാണ് ജീവനും സമൃദ്ധിയായ ജീവനും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് പകൽ അത് കേവലം ഒരു വിഷപ്പാമ്പിന്റെ ചരിത്രമല്ല എന്നെ കേൾക്കുന്ന ആത്മീയരായ ദൈവമക്കൾക്കറിയാം. പ്രൈസ് ദി ലോർഡ്. വിഷപ്പാമ്പിന് സമാനമായി ബൈബിൾ പാമ്പ് എന്ന് പറയുന്ന പിശാച് നമുക്കെതിരെ കടന്നു വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ആത്മീയ ലോകത്ത് പോലും ഒരു പറ്റം ആളുകൾ ആത്മാവിന്റെ ശക്തിയില്ലാത്തവർ, അതിനെ ശാസിക്കാൻ കഴിയാത്തവരായി, ജീവനുണ്ടോ ജീവനുണ്ട്, ആത്മാവുണ്ടോ ആത്മാവുണ്ട്, പക്ഷേ അതിനപ്പുറമായി ഹല്ലേലൂയ ധൈര്യമില്ലാത്തവരായിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച, നിറവ് പ്രാപിച്ച, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച, ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ പിശാചിന്റെ പ്രവർത്തികൾ കണ്ട് പേടിച്ച് അനങ്ങാതെ കിടക്കുകയല്ല. അവർ യേശുവിന്റെ നാമത്തിൽ ശാസിക്കേണ്ടതിനെ ശാസിക്കുന്നു, തകർക്കേണ്ടതിനെ തകർക്കുന്നു. അവരുടെ ജീവിതത്തിൽ, അവരുടെ ഹല്ലേലൂയ കുടുംബത്തിൽ പിശാച് പ്രവർത്തിക്കാതെ വണ്ണം അതിനെ തകർക്കുവാനായിട്ട് സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു വന്നത് ജീവൻ നൽകുവാൻ, സമൃദ്ധിയായ ജീവൻ നൽകുവാനാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി ഈ വേദഭാഗത്തിൽ നിന്നും ഒറ്റ ചിന്ത മാത്രം സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു വന്ന് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ, ആ പിശാചിന്റെ പ്രവൃത്തികളിൽ ഒന്നിനെ മാത്രം സംസാരിപ്പാനാണ് ഇന്ന് പകൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി 146 സങ്കീർത്തനത്തിന്റെ 8 വാക്യത്തിന്റെ 2 ഭാഗം കൂടി ഞാൻ വായിക്കുന്നു. അതിങ്ങനെയാണ്: യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന. ആരാണ് കുനിഞ്ഞിരിക്കുന്നത്? ആരാണ് തല കുമ്പിട്ടിരിക്കുന്നത്? തീർച്ചയായും നമുക്കറിയാം, അപമാനിതരായവർ, ലജ്ജിതരായവർ. പ്രൈസ് ദി ലോർഡ്. നമ്മെ അപമാനിതരാക്കുവാൻ, ലജ്ജിതരാക്കുവാൻ പിശാച് ആഗ്രഹിക്കുമ്പോൾ, നമ്മുടെ തലകളെ ഉയർത്തുന്ന, നമ്മെ നിവര നിർത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്, ദൈവപ്രവൃത്തിയെക്കുറിച്ചാണ് ഇന്ന് പകൽ ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പാപത്തിന്റെ ചരിത്രം ഏദൻ തോട്ടത്തോളം പഴക്കമുള്ളതാണ് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ആരംഭകാലങ്ങളിൽ ദൈവം വെയിലാറുമ്പോൾ ഇറങ്ങിച്ചെല്ലുന്നു. ആദമും ഹവയും നമ്മുടെ വീട്ടിൽ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒരുമിച്ച് കൂടിയുള്ള സന്തോഷം. പ്രൈസ് ദി ലോർഡ്. അതുപോലെയായിരുന്നു ആദമും ഹവയും ദൈവസന്നിധിയിൽ അനുഭവിച്ചത്. കർത്താവ് വരാൻ കാത്തിരിക്കുകയാണ്. പ്രൈസ്. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, മാതാപിതാക്കളൊക്കെ വെളിയിൽ പോയിട്ട് വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അല്പമൊക്കെ ദാരിദ്ര്യമുള്ള ആ കാലഘട്ടത്തിൽ ഞങ്ങൾ മക്കള് ആവലോടെ കാത്തിരിക്കുന്നത് വല്ല പലഹാരവും കൊണ്ടുവരുമോ എന്നുള്ളതാണ്. മിക്കവാറും വെളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ തീർച്ചയായും മക്കളെ ഓർക്കുന്ന അമ്മയും അപ്പനുമൊക്കെ അത് കൊണ്ടുവരാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഓടിച്ചെന്ന് അത് വാങ്ങിക്കുന്നു, അത് കഴിക്കുന്നതിന് സന്തോഷം, മക്കളത് കഴിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഭയങ്കര സന്തോഷം. ഇതൊക്കെ ഒത്തിരി കാലങ്ങൾക്ക് പിറകിൽ നമുക്കുണ്ടായിരുന്ന അനുഭവമാണ്. അപ്പോൾ ആദമും ഹവ്വയും ദൈവത്തിന്റെ വരവനായി കാത്തിരിക്കുക. ദൈവം വരുന്നു, അവർ ഒരുമിച്ച് സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ പിറ്റേ ദിവസവും അതിനുവേണ്ടി കാത്തിരിക്കുക. എന്നാൽ ഒരു ദിവസം ദൈവം വന്നപ്പോൾ നമുക്കറിയാം, ഇവരെ ഒളിച്ചിരുന്നു. എന്താ കാര്യം? പ്രൈസ് ദി ലോർഡ്. ദൈവം ചോദിക്കുന്നു, തിന്നരുതെന്ന് പറഞ്ഞ ഫലം തിന്നുവോ? ചുരുക്കി പറഞ്ഞാൽ, അവൻ ഇന്നലകളിൽ ദൈവത്തെ കണ്ടപ്പോൾ ഓടി വന്ന, ദൈവത്തെ ആശ്ലേഷിച്ച, ദൈവസന്നിധിയിലെ സന്തോഷന്റെ പരിപൂർണത അനുഭവിച്ച ആദമും ഹവ്വയും കൈകെട്ടി തല കുമ്പിട്ട് ഹല്ലേലൂയ തെറ്റുകാരായി, ലജ്ജിതരായി നിൽക്കുകയാണ്. ഇതാണ് പിശാചിന്റെ ഒരു വലിയ പ്രവൃത്തി. ദൈവിക സംസർഗത്തിൽ, ദൈവിക സന്തോഷത്തിൽ തുടരാതെ വണ്ണം അകറ്റി നിർത്തുവാൻ ആഗ്രഹിച്ച്, തെറ്റുകാരാക്കി മാറ്റുവാൻ ആഗ്രഹിച്ച് പിശാച് പോരാടിയെങ്കിൽ ദൈവം അതിന് പരിഹാരമൊരുക്കി. പുത്രന്റെ ബലിയിലൂടെ വീണ്ടും ആ കർത്താവിന്റെ സ്ഥലേക്ക് മടങ്ങി വരാൻ ദൈവം നമ്മെ സഹായിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു കർത്താവ് തന്റെ ഇഹലോക ശുശ്രൂഷയിലും 18 വർഷം കൂനിയായിരുന്ന ഒരു സഹോദരിയെ നിവർത്തി നിർത്തിയ ചരിത്രവും നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് തുടർന്ന് അതിനോടുള്ള ബന്ധത്തിൽ തല നിവർത്തുന്ന, തല ഉയർത്തുന്ന, ലജ്ജ മാറ്റുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ദൈവമക്കളാവും നമുക്ക്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് കേൾക്കാൻ ഇഷ്ടമാണ്. നാളുകളിൽ വെളിപ്പെടാൻ പോകുന്ന നന്മകളെ കുറിച്ച് കേൾക്കാൻ ഇഷ്ടമാണ്. തീർച്ചയായും അത് സന്തോഷമാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോഴൊക്കെ അവൻ നമ്മോട് പറയുന്ന കുറച്ച് ഉടമ്പടികളുണ്ട്, കുറച്ച് ഉത്തരവാദിത്വങ്ങളുണ്ട്. നീ ഇങ്ങനെ ചെയ്താൽ ഞാൻ നിന്നെ അങ്ങനെ അനുഗ്രഹിക്കാം, നീ ഇങ്ങനെ ആയിരുന്നാൽ നീ അനുഗ്രഹിക്കപ്പെടും. വചനത്തിൽ അങ്ങോളം ഇങ്ങോളം ഉടമ്പടിയുടെ ദൈവം ആ നിലയിൽ സംസാരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തല ഉയർത്തപ്പെടണമെങ്കിൽ, അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ഉത്തരവാദിത്വം ചിലതുണ്ട്. അതുകൂടെ ചെയ്താലേ അത് സംഭവിക്കത്തുള്ളൂ. നമുക്ക് വേഗത്തിൽ 1-2 വേദഭാഗങ്ങൾ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം, അതിന്റെ 1-2 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം, അതിന്റെ
1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ എന്നോട്, മനുഷ്യപുത്ര, നിവർന്നു നിൽക്ക, ഞാൻ നിന്നോട് സംസാരിക്കും എന്ന് കൽപ്പിച്ചു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്നു എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി. പ്രൈസ് ദി ലോർഡ്. നിവർത്തി നിർത്തുന്ന ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, ആമേൻ, ചിന്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ ഒന്നാമത്തെ ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒരു ചോദ്യത്തിന് മറുപടി തരാൻ റെഡി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യെഹെസ്കേൽ തന്റെ പ്രവചന ശുശ്രൂഷ ആരംഭിക്കുന്നത് എവിടെ വെച്ചാണെന്ന് വേഗത്തിൽ പറയാമോ? യെഹെസ്കേൽ പ്രവാചകൻ തന്റെ പ്രവചന ശുശ്രൂഷ ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ്? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ബാബേൽ. പ്രൈസ് ദി ലോർഡ്. കൃത്യമായ ആൻസർ ആണ്. സജി ജോസഫ് നൽകി. ബദൽ ഷാരൂണിൽ നിന്നും അതേ ആൻസർ വന്നു. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, നിങ്ങളുടെ വചനപരമായ അറിവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്താ പറയാൻ കാരണം? ആമേൻ. 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലുണ്ട്, കേബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നു, ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യെഹെസ്കേൽ പ്രവാചകൻ തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ബാബേലിൽ വെച്ചാണ്, പ്രവാസ നാട്ടിൽ വെച്ചാണ്. നമുക്കറിയാം, നമുക്ക് ഏവർക്ക് പറയുന്ന സാഹചര്യമാണ്. 606 ആദ്യത്തെ ഗ്രൂപ്പ് ആളുകളെ ബാബിലേക്ക് കൊണ്ടുപോകുന്നത്. ആ കൂട്ടത്തിലാണ് ദാനിയേല്, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് ഒക്കെ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പ് 597 രണ്ടാമത്തെ ഗ്രൂപ്പിനെ കൊണ്ടുപോകുന്നു. ആ കൂട്ടത്തിലാണ് യെഹെസ്കേൽ പ്രവാചകൻ ഉണ്ടായിരുന്നത്. 593 തന്റെ മിനിസ്ട്രി ആരംഭിക്കുന്നത്. 571 അത് അവസാനിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി നോക്കുക, ബാബേൽ നദിയുടെ, കേബാർ നദിയുടെ തീരത്തിരിക്കുന്ന, നമുക്കറിയാം 137 സങ്കീർത്തനത്തിൽ ഇതുപോലെ തന്നെ ആമേൻ ബാബേൽ നദിയുടെ തീരത്തിരുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. 137 സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, അതിന് നടുവിൽ അലി വൃക്ഷങ്ങൾമേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു, ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളെ ഒന്ന് ചൊല്ലുവെന്ന് പറഞ്ഞ് ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ചോദിച്ചു. എന്നിട്ട് അടുത്ത വാചകം, ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? പ്രൈസ് ദി ലോർഡ്. ബാബേൽ നദികളുടെ തീരത്തിരിക്കുന്ന പ്രവാസികൾ അവരെല്ലാവരും പ്രവാസത്തിലാണ്, വലിയ പ്രതിസന്ധിയിലാണ്. ആ സമയത്ത് അവരുടെ പീഡകർ അവരോട് പറയുക, സിയോൻ ഗീതങ്ങളൊന്ന് പാട്. അവരുടെ കിന്നരങ്ങളെയൊക്കെ അലറി വൃക്ഷങ്ങളുമേൽ തൂക്കിയിട്ടിട്ട് എങ്ങനെയാ ഞങ്ങൾ ഇവിടെ പാട്ട് പാടുക? എന്താ പാട്ട് പാടിയാലുള്ള പ്രശ്നം? പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനത്തിന്റെ പാട്ടുകളിലെല്ലാം സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ പ്രകീർത്തിക്കുന്നുണ്ട്. ആമേൻ. അവർക്ക് വിജയം നൽകുന്ന, ശത്രുവിന്മേൽ ജയം നൽകി അവരെ മാനിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള പാട്ടുകളാണ് ആ പാട്ടുകളൊക്കെ. പക്ഷേ ഇപ്പോൾ അത് പാടിയാൽ ആകെ നാണക്കേടാ. കാരണം തങ്ങൾ തന്നെ അടിമകളായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ജനം ഏതാണ്ട് ഭൂരിപക്ഷം, യെഹെസ്കേൽ ഒഴികെയുള്ള ജനം മുഴുവൻ പ്രവാസ നാട്ടിൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നിരാശിതരായി തലകുമ്പിട്ട് ദൈവത്തെ പാടി സ്തുതിപ്പാൻ കഴിയാതെ ആയിരിക്കുമ്പോൾ അവരുടെ നടുവിൽ ഒരുവന്റെ തല ഉയരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താ ഉയരാൻ കാരണമെന്നറിയാമോ? ആമേൻ. അവൻ കണ്ടത് പ്രശ്നങ്ങളെക്കാൾ, പ്രതിസന്ധികളെക്കാൾ അവൻ കണ്ടത് ദൈവത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. താന് 1-ാം അധ്യായത്തിൽ തന്നെ കെരൂബുകളാൽ വഹിക്കപ്പെടുന്ന സർവശക്തനായ ദൈവത്തിന്റെ ആ സാന്നിധ്യവും ശ്രേഷ്ഠതയുമാണ് താൻ കാണുന്നത്. ഇന്ന് പകൽ എൻ്റെ 1-ാമത്തെ ചിന്ത ദൈവമക്കൾ ഞാൻ പങ്കുവെക്കട്ടെ. ഇന്ന് ലോകം മുഴുവൻ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഒരേ പ്രശ്നമാണ്. ഇന്നലകളിൽ നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ, കുടുംബമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ആ ഏരിയയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ മാത്രം, അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഇന്നത്തെ പ്രശ്നം COVID-19 വിഷയം ലോകമെങ്ങും ഒരുപോലെ അനുഭവിക്കുകയാണ്. ഒരേ തരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാവരും അഭിമുഖീകരിക്കുന്നു. പക്ഷെ ഇന്ന് പകൽ ദൈവമക്കളോട് ഞാൻ പറയാം, പ്രശ്നം ഒന്ന് തന്നെ ആയിരിക്കാം, എന്നാൽ നമ്മൾ ആമൻ എന്തിലേക്ക് നോക്കുന്നു, ആരിലേക്ക് നോക്കുന്നു, മറ്റൊരു പറഞ്ഞ നമ്മുടെ വിഷൻ എന്താണ്, അതനുസരിച്ചാണ് നമ്മുടെ തലകൾ ഉയരുകയോ താഴുകയോ ചെയ്യുന്നത്. 2 കാര്യം ഞാൻ ഊന്നി പറയാം. ഒന്ന്, ആമൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തനെ അവൻ ചുറ്റി പരിപാലിക്കുന്ന, ചിറകന്മാർ സൂക്ഷിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചുള്ള ഉറപ്പ് ഒരു ഭക്തന്റെ ബലമാണ്. സ്തോത്രം. 2, ഈ ലോക ജീവിതത്തിന് അപ്പുറമായി ഒരു നിത്യതയുണ്ട്. ഇതൊക്കെ താൽക്കാലിക വാസമാണ്. ഈ കൂടാരം ഏതു സമയത്ത് പൊളിയേണ്ടതാണ്. എൻ്റെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന നിത്യതയെ കുറിച്ചുള്ള ഉറപ്പ് അവൻ അകത്ത് വ്യാപരിക്കുന്നവൻ അവൻ പ്രശ്നങ്ങളുടെ മുമ്പിൽ തകർന്നു പോകത്തില്ല. അവന് പ്രത്യാശ വർദ്ധിക്കുകയാ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവമക്കളെ, ഒരേ സാഹചര്യം അനുഭവിച്ച ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ നിരാശിതരായപ്പോൾ അതേ സാഹചര്യത്തിൽ ദൈവത്തെങ്കിലേക്ക് നോക്കിയ ഒരുവൻ ധൈര്യപ്പെടുവാനിടയായി.
ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും തുടങ്ങിയ ഒത്തിരി സംഗതികളുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാതെ ചെറിയ ഫോൺ ഉണ്ടായിരുന്ന സമയം ഓർമ്മയുണ്ടോ? അന്ന് നമുക്ക് SMS മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ചെറിയ SMS ഒക്കെ ലഭിക്കുന്നു, നമ്മളത് വായിക്കുന്നു, നമുക്ക് ഇഷ്ടമുള്ള ആർക്കെങ്കിലും ഒക്കെ അത് ഫോർവേഡ് ചെയ്യുന്നു. അന്ന് ഇങ്ങനെയുള്ള വാട്സാപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്നത്തെ കാലത്ത് വന്ന ഒരു SMS ഇന്നും എന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ആ SMS ഇങ്ങനെയാണ്, നിങ്ങളും അത് വായിച്ചിട്ടുണ്ടാകാം. എന്നെ ഒത്തിരി ബലപ്പെടുത്തിയ ഒരു SMS. അത് പറഞ്ഞിങ്ങനെയാണ്: പലരും ചെന്ന് ദൈവസന്നിധിയിൽ, ദൈവമേ എനിക്ക് വലിയൊരു പ്രശ്നമുണ്ടെന്നാ പറയുന്നേ. അങ്ങനെയല്ല നിങ്ങൾ പറയേണ്ടിയത്. പ്രശ്നത്തെ നോക്കിയിട്ട് നിങ്ങൾ പറയണം, എനിക്ക് വലിയൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ചിന്ത എനിക്ക് ഭയങ്കര ധൈര്യമായി. പലപ്പോഴും ദൈവത്തിന്റെ അടുക്കൽ പോലും ചെന്നേച്ച്, കർത്താവ് എന്റെ പ്രശ്നം ഭയങ്കരമാണെന്ന് പറയുമ്പോൾ ദൈവത്തെക്കാൾ പ്രശ്നത്തെ വലുതായിട്ട് കാണുകയാ. എന്നാൽ ആ പ്രശ്നത്തോട് ധൈര്യത്തോടെ പറയുകയാ, എനിക്ക് വലിയൊരു ദൈവമുണ്ട് എന്ന് പറയുമ്പോൾ, പ്രശ്നമേ നീ എന്റെ ദൈവത്തിന് മുമ്പിൽ ഒന്നുമല്ല എന്ന് നാം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അവൻ പ്രശ്നത്തെക്കാൾ ദൈവത്തെ വലിയതായി കാണുവാൻ കഴിയുന്ന, ദൈവത്തിന് വിടിവിക്കുവാൻ കഴിയും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഈ 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിലെ 3-ാം വാക്യത്തിൽ ഒരു ഇസ്രായേലിലെ പെൺകുട്ടിയെ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അവള് നയമാന്റെ വീട്ടിൽ ജോലിക്കായി നിൽക്കുന്ന ആ പെൺകുട്ടി. പ്രൈസ് ദി ലോർഡ്. അവളും ഇവിടുത്തെ ബാബേലിലെ കാര്യം പറഞ്ഞ പോലെയാ, അടിമയാക്കി പിടിച്ചുകൊണ്ടുപോയിരിക്കുക. അവിടെ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പാപം കൊണ്ടാണ് സംഭവിച്ചതെങ്കിൽ പോലും ഈ രാജ്യത്ത് അടിമയെ വന്നിരിക്കുന്നു. അവിടുത്തെ പരാക്രമശാലിയായ സൈന്യാധിപന്റെ വീട്ടിൽ ഇവള് അടിമയായിട്ട് ജോലി ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ അവൾക്കും അവളെ ഒന്ന് നിങ്ങൾ അടുത്ത് പഠിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെ അങ്ങനെ അടിമയായിട്ട് കൊണ്ടുപോകുന്ന സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോയ പുള്ളിക്ക് കുഷ്ഠമാണെന്ന് നമ്മൾ അറിഞ്ഞാൽ പെന്തക്കൂസുകാരായ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് പ്രതികരണം ചാറ്റ് ബോക്സിൽ ചോദിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം അത് ചോദിച്ച് ശരിയാകത്തില്ല. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്തായിരിക്കും പറയാൻ സാധ്യത? നിങ്ങളെ ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളെ അടിമയാക്കി പിടിച്ചുകൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ നിങ്ങൾക്ക് ന്യൂസ് കിട്ടി, ഈ പുള്ളിക്ക് കുഷ്ഠമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ഞാൻ പറയാം, പെന്തക്കോസ്തുകാരായ മിക്കവാറും പേരുടെ പ്രതികരണം, ഇയാളെ കുഷ്ഠം പിടിച്ച് ചാകത്തേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. കാരണം ഞങ്ങളെ അടിമകളാക്കി കൊണ്ടുവന്ന ആളല്ലേ, അതുകൊണ്ട് ഇവൻ കുഷ്ഠം പിടിച്ച് ചാകണം എന്നായിരിക്കും പറയാൻ സാധ്യത. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈ പെൺകുട്ടി പറഞ്ഞ അങ്ങനെയല്ല. അവൻ നമുക്കതറിയാം, തന്നെ അടിമയാക്കി കൊണ്ടുവന്നിരിക്കുന്നു, തന്റെ നാട്ടിൽ ഒത്തിരി പേരെ കൊണ്ടുവന്നിരിക്കുന്നു. ദൈവം ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രവർത്തിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. ദൈവം സർവ്വശക്തനല്ലേ, ഞങ്ങൾക്ക് ജയം നൽകിയില്ലല്ലോ എന്ന് പറയാം. പക്ഷേ അവൾക്ക് അപ്പോഴും ഒരു ഉറപ്പുണ്ട്. ആമേൻ. ഞങ്ങളുടെ പാപത്തും കൊണ്ട് ദൈവം ഞങ്ങളെ അടിമദേശത്തേക്ക് വിട്ടെങ്കിൽ, ഇതൊക്കെ വചനത്തിന്റെ വ്യവസ്ഥയാണ്. നിങ്ങൾ വചനം അനുസരിച്ച് വിടുമ്പോൾ ദൈവം തന്നെ പറഞ്ഞിരുന്നു. ആമേൻ. അങ്ങനെയൊക്കെ സംഭവിച്ചാലും ഇന്നും എന്റെ ദൈവത്തിന് ശക്തി കുറഞ്ഞിട്ടില്ല. ഇന്നും എന്റെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. ആ ഉറപ്പുള്ളത് കൊണ്ടാണ് അവൾ യജമാനത്തോട് പറയുന്നത്, യജമാനൻ ആമേൻ ഇസ്രായേലിൽ ഒന്ന് ചെന്നിരുന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ആമേൻ ഈ കുഷ്ഠരോഗം മാറുമായിരുന്നു. ആമേൻ. അങ്ങനെ നയമാൻ ചെല്ലുന്നു, സൗഖ്യമാകുന്നു. അവിടം കൊണ്ട് ചരിത്രം അവസാനിക്കുകയാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കാം, നയമാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ, ബൈബിളിൽ ഇത് പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം എന്തായിരിക്കാം ചെയ്ത് കാണാൻ സാധ്യത? പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയമായിരുന്നു കുഷ്ഠം, അല്ലേ? അങ്ങനെയെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം ഒരുക്കിയ ഈ പെൺകുട്ടിയെ ഒന്നുകിൽ അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ടാകാം, സ്വതന്ത്രയാക്കി. അല്ലെങ്കിൽ മറ്റുള്ള ജോലിക്കാരുടെ സൂപ്പർവൈസറായിട്ട് അവൾക്ക് സ്ഥാനക്കയറ്റം കൊടുത്തു കാണാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അവളുടെ തലയെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. അന്യദേശത്ത് പരദേശിയായി പ്രവാസിയായിരിക്കുമ്പോഴും ദൈവത്തിലുള്ള വിശ്വാസം ഉറച്ചു പറഞ്ഞ് അവളുടെ മുഖം ദൈവം ഉയർത്തിയിട്ടുണ്ട്. അവളുടെ ലജ്ജയെ മാറ്റിയിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ചിന്ത ഞാൻ പറയുന്നു, എബ്രായ ലേഖനം പറയുന്നത്, ഹല്ലേലൂയ, സാക്ഷികളുടെ വലിയ സമൂഹമൊക്കെ ഉണ്ട്, പക്ഷേ വിശ്വാസ നായകൻ പൂർത്തി വരുത്തുന്നവൻ അവങ്കിലേക്കാണ് നോക്കേണ്ടത്. ഈ കോവിഡ് കാലഘട്ടത്തിലും എങ്ങും വാർത്തകൾ പലതും നമ്മൾ കേൾക്കുന്നതും അറിയുന്നതുമെല്ലാം നിരാശജനകമായിരിക്കുമ്പോഴും ഹല്ലേലൂയ, പ്രശ്ന പരിഹാരം അകലെ അകലെ അകലെ. ആദ്യമൊക്കെ നമ്മൾ കേട്ടത് ഈ വർഷം അവസാനത്തോടെ വാക്സിൻ കണ്ടുപിടിക്കുമെന്ന്. അതിവേഗത്തിൽ പല രാഷ്ട്രങ്ങളും ഒരുപോലെ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ പിന്നെയും അത് അടുത്ത വർഷത്തിലേക്ക് പോകുമെന്നൊക്കെ പറയുന്നു. നമുക്കറിയത്തില്ല യാഥാർത്ഥ്യം. ദൈവം എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല. പക്ഷേ ഈ കോവിഡ് കാലഘട്ടത്തിലും ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ദൈവം തന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടി ദൈവം അനുവദിച്ചുവോ അതിന്റെ ഒക്കെ പ്രവൃത്തികൾ അവൻ ഇതിന്റെ മധ്യത്തിലും ചെയ്തുകൊണ്ടിരിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾക്ക് ഹല്ലേലൂയ, അവങ്കിലേക്ക് നോക്കുന്നവർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, സകലത്തിന്മേലും അധികാരമുള്ളവൻ, ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നവൻ, ഞാൻ ആരാധിക്കുന്ന സർവശക്തനും സർവ്വവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രശ്നങ്ങളുടെ മുൻപിൽ നാളത്തെ കാര്യം ഓർത്ത് തലകുമ്പിടുകയല്ല. ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിൽ ആശ്രയിപ്പാൻ നമുക്ക് കഴിയട്ടെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നു, നമ്മുടെ വിഷൻ
നമ്മുടെ നോട്ടം ആരിലേക്ക് എന്നതനുസരിച്ചാണ് നമ്മുടെ തലകൾ ഉയരുന്നത്. രണ്ടാമത്തെ ചിന്തയിലേക്ക് വേഗം വരാം. പ്രൈസ് ദി ലോർഡ്. ആമോസിന്റെ പ്രവചനം, ആമേൻ, അതിന്റെ 7-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ആമോസ് 7:5 അതിങ്ങനെ വായിക്കുന്നു: അപ്പോൾ ഞാൻ യഹോവയായ കർത്താവെ മതിയാക്കണമേ, യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും, അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമോസ് എന്ന പ്രവാചകനോട് ദൈവം ദൂത് സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യാക്കോബ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇസ്രായേൽ സമൂഹത്തിന്റെ പേരാണ് യാക്കോബ് എന്നുള്ള നിലയിൽ ഇവിടെ പറയുന്നത്. അപ്പോൾ ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ട് അന്നത്തെ കാലത്ത് ഏറ്റവും പ്രാധാന്യമുള്ള കൃഷിയാണ്. കൃഷിയെല്ലാം വിട്ടിലുകളും കൊണ്ട് പിന്നെ നശിക്കും, പിന്നെ തീ അയക്കും, വെള്ളം പറ്റും. അങ്ങനെ പല കാര്യങ്ങൾ ദൈവം ഇവരെ സന്ദർശിക്കാൻ പോകുന്ന ചില ന്യായവിധിയെ കുറിച്ച് ദൈവം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ദൂത് കേട്ടപ്പോൾ ആമേൻ, കുഴപ്പമില്ല കർത്താവെ, ഇവന് ഇച്ചിരി വഴിവിട്ടു പോകുന്നവന്, അതുകൊണ്ട് തൽക്കാലം ഒരു സന്ദർശനം ആവശ്യമാണ് എന്നല്ല പ്രവാചകൻ പറഞ്ഞത്, ഭക്തൻ പറഞ്ഞത്. അവൻ ചോദിക്കുക, യഹോവേ, യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും, അവൻ ചെറിയവനല്ലോ. 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തും അതേ ഭാഗം കാണുന്നു. ഞാൻ യഹോവയെ കർത്താവെ ക്ഷമിക്കണമേ, യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും, അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 2 സന്ദർഭത്തിലും ദൈവദാസൻ ദൈവം മുൻപാകെ മധ്യസ്ഥത അണയ്ക്കുകയാണ്. ദൈവമേ, നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് സഹിക്കാനുള്ള ആളില്ല യാക്കോബ്, അവൻ ചെറിയവനല്ലേ, എങ്ങനെ നിവർന്നു നിൽക്കാൻ കഴിയുക? യാക്കോബിന് വേണ്ടി, ഇസ്രായേൽ സമൂഹത്തിന് വേണ്ടി ഈ കർത്തൃഭൃത്യൻ ഇടിവിൽ നിന്നപ്പോൾ ദൈവം പറയുകയാണ്, ഓക്കെ, അത് സംഭവിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ദൈവമക്കളെ, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന, ഇന്റർസെസറി പ്രയർ, അത് നമ്മുടെ കൂട്ടായ്മയുടെ ഭാഗമായി നമ്മൾ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനകളിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കൂടുതൽ വേർതിരിക്കാറുണ്ട്. അതൊക്കെ ഇങ്ങനെയുള്ള കൂട്ടായ്മയുടെ ഒരു ഭാഗമായ ഒരു കാര്യം എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആ പ്രാധാന്യം എന്ത്, അതുകൊണ്ടുണ്ടാകുന്ന മാറ്റം എന്ത് എന്ന് വ്യക്തമായി നമ്മൾ ബോധ്യമുള്ളവരാകണം. തീർച്ചയായിട്ടും ദൈവമക്കൾ ആ ബോധ്യമുള്ളവരാണ്. എങ്കിലും ഒന്നുകൂടെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമത്തിൽ ദൈവം പറയുന്നുണ്ട്, ദേശത്തിന് മധ്യേ മതിൽ കെട്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല താനും. പ്രൈസ് ദി ലോർഡ്. എന്താ ദൈവം അങ്ങനെ അന്വേഷിക്കാൻ കാരണം? ദൈവം നീതിമാനാണ്. നീതിമാനായ ദൈവത്തിന് തെറ്റിനെ ശിക്ഷിച്ചേ പറ്റൂ. അത് ഹൃദയപ്രകാരമുള്ള ദാവീദായാലും അത് അബ്രഹാമായാലും ഏത് വ്യക്തിയായാലും ദൈവം നീതിമാനായതുകൊണ്ട് ദൈവത്തിന് തെറ്റിനെ ശിക്ഷിച്ചേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമുക്കറിയാം, നമ്മളെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യം നേരൊക്കെ പിന്നെ കാര്യം പറഞ്ഞു കൊടുക്കുന്നു, പിന്നെ നമ്മൾ ശാസിക്കുന്നു. ശാസിച്ചിട്ടും അനുസരിച്ചില്ലെങ്കിൽ അവസാനത്തെ കൈയായിട്ടാണ് നമ്മൾ ശിക്ഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ശിക്ഷിക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷേ ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ശിക്ഷിച്ചാൽ തന്നെ അത് കഴിഞ്ഞിട്ട് മാറിയിരുന്ന് കരയുന്ന അമ്മമാരൊക്കെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞിനെ തല്ലിപ്പോയല്ലോ എന്ന് പറയുന്നവരുണ്ട്. നമ്മുടെ സ്വർഗസ്ഥനായ ദൈവവും നമ്മെ ശിക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവനല്ല, പക്ഷേ അവൻ നീതിമാനായതുകൊണ്ട് തെറ്റിനെ ദൈവത്തിന് ശിക്ഷിച്ചേ പറ്റൂ. അപ്പോൾ ദൈവം അതിന് ഒരു പകരം, ശിക്ഷിക്കാതിരിക്കാൻ ഒരു ആൾട്ടർനേറ്റീവായിട്ടൊരു കാര്യം ദൈവം നോക്കുന്നു. എന്താണെന്നറിയാമോ? ആ വ്യക്തിക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കെയർ ഓഫിൽ ശിക്ഷ ദൈവത്തിന് വേണ്ടെന്ന് വെക്കാം. അതുകൊണ്ടാ പഴയ ദൈവം പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ദേശത്തിന്റെ മധ്യേ മതിൽ കെട്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഒരു പുരുഷനുണ്ടെങ്കിൽ ആ പേരിൽ, ആ കെയർ ഓഫിൽ ഈ വലിയ ശിക്ഷാവിധി മാറ്റാം. അതിനുവേണ്ടിയാ ദൈവം നോക്കുന്നേ. ഇന്ന് പല ദൈവമക്കൾ മനസ്സിലാക്കുക, നമ്മുടെ പ്രിയപ്പെട്ടവരെ വഹിച്ച് ദൈവമക്കളെ ഏൽപ്പിച്ച് നമ്മുടെ ബന്ധുമിത്രാദികളായ ചിലർ മാനസാന്തരത്തിന് വേണ്ടി ഒക്കെ നമ്മൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവത്തിന്റെ മഹാന്യായവിധികളൊക്കെ വഴിമാറിപ്പോകാൻ കാരണമായി തീരുന്നുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന കാവൽക്കാരെയാണ്, ദൈവം ആഗ്രഹിക്കുന്ന ഇടിവിൽ നിൽക്കുന്നവരെയാണ്. അവൻ ശിക്ഷകളെ കുറിച്ച് വരുമ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞവരല്ല, കർത്താവേ അത് വരുത്തല്ലേ, അത് സഹിക്കാനുള്ള കഴിവ് അവർക്കില്ല എന്ന് പറഞ്ഞ് ഇടിവിൽ നിൽക്കാൻ ചിലരെയാണ് ദൈവം നോക്കുന്നത്. അങ്ങനെ ഇടിവിൽ നിൽക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും ഉള്ള കുഴപ്പം എന്നറിയാമോ? നമ്മളിലൊക്കെ ഈ പാപ സ്വഭാവം അല്ലെങ്കിൽ പാപത്തോടുള്ള ഒരു സൈഡ് വലിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. പ്രൈസ് നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഈ ജഡശരീരത്തിലായിരിക്കുമ്പോൾ അങ്ങനെയുള്ള പോരാട്ടം നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. ഈ നഴ്സറി റൈംസിൽ ഉള്ള ഒന്നാണ് പുസിക്കാറ്റ് പുസിക്കാറ്റ് വേർ ഹാവ് യു ബീൻ എന്നുള്ള ഒരു റൈം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പുസിക്കാറ്റ്, നീ എവിടെയാ?
അപ്പോൾ പുസിക്കാറ്റ് മറുപടി പറയുന്നു, ഞാൻ ലണ്ടനിലെ രാജ്ഞിയെ കാണാൻ പോകുകയാണ്. ഭയങ്കര ലക്ഷ്യമാണ്. ഞാനിപ്പോൾ പിന്നെ ലണ്ടനിലെ രാജ്ഞിയെ കാണാൻ വേണ്ടി പോകുക വലിയ ലക്ഷ്യത്തോടെ. അപ്പോൾ വീണ്ടും ചോദിക്കുന്നു, ഇപ്പോ നീ എവിടെയാ? അപ്പോൾ പുസിക്കാറ്റ് പറയാണ്, ഇപ്പോഴ് ഞാൻ എൻ്റെ മുമ്പിൽ ഒരു എലി വന്ന് പെട്ടു. അവനെ ഓടിച്ചുകൊണ്ട് ലണ്ടൻ ബ്രിഡ്ജിന്റെ അടിയിലൂടെ ഞാൻ ഓടുകയാണ്. Praise the Lord. ഭയങ്കര ലക്ഷ്യമായിരുന്നു. എന്തായിരുന്നു ലക്ഷ്യം? രാജ്ഞിയെ കാണാൻ പോകുകയാ. ആ ഭയങ്കര ലക്ഷ്യത്തോടെ പോകുമ്പോഴാണ് എലി മുമ്പിൽ വന്നത്. എലി മുമ്പിൽ വന്നപ്പോൾ രാജ്ഞിയുടെ കാര്യമൊക്കെ മറന്നുപോയി. ഇപ്പൊ ലണ്ടൻ ബ്രിഡ്ജിന്റെ അടിയിലൂടെ എലിയുടെ പുറകെ പോകുകയാ. ഇതാണ് പുസിക്കാറ്റിന്റെ പ്രശ്നം. ഇതാണ് നമ്മുടെയും പ്രശ്നം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിശാചിനും അറിയാം എങ്ങനെയൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നത്. അതൊക്കെ പിശാച്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത കാലഘട്ടത്തിൽ ഇന്ന് ഓൺലൈനിലൂടെ ഏഷ്യാനെറ്റ് ന്യൂസ് ഒക്കെ ആ ചതിക്കുഴിയെ കുറിച്ച് തുടർമാനം ഇന്ന് ലാസ്റ്റ് അതിന്റെ പരമ്പര ഉണ്ടെന്നൊക്കെ ഇങ്ങനെ വാർത്തയിൽ ഞാൻ കാണാനിടയായി തോന്നുന്നു രാവിലെ. അപ്പോൾ ഏതൊക്കെ സാഹചര്യമുണ്ടോ ആ സാഹചര്യത്തിലൊക്കെ പിശാച് ജനത്തെ പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള പദ്ധതികൾ ഒരു വശത്ത് ആസൂത്രണം ചെയ്യുകയാണ്. പക്ഷേ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ കരയാൻ ചിലരുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഇന്ന് പകൽ ഞാൻ എടുത്തു പറയുന്നു, ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ വിടുതലുകൾ അതിനെ മധ്യ വെളിപ്പെടാനിടയാകും. ഒരു സംഭവം മാത്രം പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. ഞങ്ങൾ ശുശ്രൂഷിച്ച സഭകളിൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ചർച്ച്. ഇത് സൂം മാത്രമല്ല, ലൈവ് സ്ട്രീം ഉള്ളതുകൊണ്ട് ഞാൻ ചർച്ചിന്റെ പേരോ ആളുകളുടെ പേരോ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റു പലരും കാണാൻ സാധ്യതയുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ചർച്ച്, ആ ചർച്ച സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നു. ഒരേ ഒരാൾ മാത്രമേ ഗൾഫുകാരനുള്ളൂ. എല്ലാവരും സാധാരണക്കാർ, അധികം ആൾക്കാരില്ല. ആ സഭയില് അക്രൈസ്തവമായ പശ്ചാത്തലത്തിൽ നിന്നും വിശ്വാസത്തിൽ വന്ന ഒരു കുടുംബമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ പിതാവ്, മാതാവ്, മൂത്ത മകള്, അവര് 3 പേരും വിശ്വാസത്തിലാണ്. പക്ഷേ 2 ആൺമക്കൾ വേറെയുണ്ട്. അതിൽ ഇളയ മകനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അവന് ഇച്ചിരി കൂടുതൽ ഗൗരവമുള്ളവനാണ്. അവന് വീട് വെച്ചിട്ടുണ്ട്. അവന് അത്യാവശ്യം റബ്ബറൊക്കെ വെച്ച് അത് വെട്ടുന്നു. അങ്ങനെ മുത്തശ്ശി അവന്റെ പേരിൽ പണ്ടേ, അതായത് ഈ കൊച്ചുമകന്റെ പേരിൽ, അങ്ങനെ ആരും ചെയ്യാറില്ല, കൊച്ചുമകന്റെ പേരിൽ പണ്ടേ ഇത് എഴുതി വെച്ചു. അതുകൊണ്ട് അവന് പ്രായമായി വന്നപ്പോഴേ അവന്റെ പേരിൽ കുറെ സ്ഥലം കിട്ടിയതുകൊണ്ട് അവൻ കാര്യങ്ങളെല്ലാം ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് സ്വന്തമായി സ്ഥലം അല്പമുണ്ട്. പക്ഷെ വീട് പണിയാനുള്ള സാമ്പത്തികമൊന്നും ഇല്ലാത്തത് കൊണ്ട് മകന്റെ കൂടെ ഇവർ താമസിക്കുകയാണ്. ഇവര് ആഹാരം പാചകം ചെയ്യുന്നത് പശുവിന്റെ തൊഴുത്തിലാണ്. അവിടെ ഒരു സൈഡിലാണ് ഇവർ പാചകം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്വന്തം മകന്റെ വീട്ടിൽ, അവൻ കുടുംബസ്ഥനാണ്, ഒരു 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 എന്ത് പറയുന്നത്, അപമാനിതരായി കഴിയുന്ന ഒരു കുടുംബം. പ്രൈസ് ദി ലോർഡ്. അവിടെ ആ സഭയിൽ ഞങ്ങൾ ചെന്ന്, നമുക്കറിയാം പാസ്റ്റർമാര് ഹൗസ് വിസിറ്റിംഗ് നടത്തുമല്ലോ. അപ്പോ അവർ വന്നതിനോട് പറഞ്ഞു, പാസ്റ്റർ വിസിറ്റിംഗിന് വരണ്ട, ഞങ്ങൾക്ക് കാര്യം ദൈവവാസം വരുന്നത് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ മോൻ വന്നു കഴിഞ്ഞാൽ അവൻ ചീത്ത വിളിക്കും. പാസ്റ്റർക്ക് മുമ്പിൽ ദൈവാസന്മാർ വന്നപ്പോഴൊക്കെ അവരെയൊക്കെ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കത് സഹിക്കത്തില്ല ദൈവാസന്മാരെ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് പാസ്റ്റർ വരണ്ട. ഓക്കെ, അതുകൊണ്ട് ആദ്യ ദിവസം ഞങ്ങൾ പോയില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി ചുമ്മാ പോയി നോക്കാം, അവന്റെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്തായാലും ഞങ്ങള് ഒരു ദിവസം ആ ഭവനത്തിൽ വിസിറ്റിംഗിനായിട്ട് ചെല്ലുന്നു. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇളയ മകൻ അവൻ ഇറങ്ങി ഇങ്ങോട്ട് വരിക. അവന്റെ പേര് എനിക്ക് അറിയാമായിരുന്നു, സന്തോഷം എന്നാണ്. ഞാൻ എന്തുകൊണ്ട് സന്തോഷം വിശേഷിച്ചുകൊണ്ട് കൈ അങ്ങോട്ട് കൊടുത്തു. പെട്ടെന്ന് അങ്ങനെ ഒരു പ്രതികരണം എന്നിൽ നിന്നുണ്ടായപ്പോൾ അവന് നെഗറ്റീവായിട്ട് പ്രതികരിക്കാൻ പറ്റിയില്ല. അവൻ ജസ്റ്റ് ഒന്ന് ചിരിച്ചു എന്ന് വരുത്തിയിട്ട് അവൻ അങ്ങ് പുറത്തേക്ക് പോകാന്ന് പറഞ്ഞ് അങ്ങ് പോയി. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ അവിടെ കയറി ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു, പ്രാർത്ഥിച്ചു. ഒരു കുഴപ്പമില്ല, മരുമോളും പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ പോന്നു. നമ്മൾ ഈ പാസ്റ്റർമാർക്ക് ഒരു കുഴപ്പമുണ്ട്, ഒരവസരം കിട്ടിയാൽ കുഴപ്പമില്ലെന്ന് അറിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെയും അവസരം ഉപയോഗിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകും. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് തോന്നി അടുത്ത ആഴ്ച വീണ്ടും ഒന്നുകൂടെ പോയി നോക്കാം. കാരണം ആദ്യത്തെ ആഴ്ച പോയിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അടുത്ത ആഴ്ച വീണ്ടും ഇതേ ഭവനത്തിൽ ചെല്ലുന്നു. പക്ഷെ ആ വീട്ടിലേക്ക് അടുത്തെത്താറാകുമ്പോൾ ഞങ്ങൾ അവിടെ അകത്തുള്ള സംഭാഷണം ഇച്ചിരി ഉറക്കെ ഞങ്ങളുടെ ചെവി കേൾക്കാം. അല്പം ഉറക്കെ സംസാരിക്കും. ഞങ്ങൾ വീട്ടിലേക്ക് കയറി നോക്കുമ്പോൾ അപ്പുറത്തെ മുറിയിലിരുന്ന് ഇവന്റെ ഭാര്യ ഇവനിങ്ങനെ മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശബ്ദം, കാര്യം വ്യക്തമാതില്ല, ശബ്ദത്തിലൂടെ നമുക്കറിയാം ഇവനെ ചൂട് കയറ്റിക്കൊണ്ടിരിക്കുക. ഞങ്ങളവിടെ ചെന്നിരുന്നു. ഇവര് അപ്പനും അമ്മയും മോളൊക്കെ വന്നു. അവർ വർത്താനം പറഞ്ഞാൽ അവരും ആകെ ഒരു ഭയപ്പെട്ട നിൽക്കുന്നേ. കാരണം ഇവൻ ഇന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ഉറപ്പാ. പ്രൈസ് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആ മുറിക്കുന്ന പുറത്തേക്ക് ഇറങ്ങി നേരെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇച്ചിരി വിവരമുള്ള ആളാന്ന് ഓർത്താൽ ഞാൻ ഒന്നും ഉണ്ടായിരുന്നേ, എന്നെ ബുദ്ധിമുട്ടിക്കരുത്, എന്റെ വീട്ടിലേക്ക് വരരുത്. ഇത് പറഞ്ഞുകൊണ്ട് അവൻ അങ്ങ് ഇറങ്ങി അങ്ങ് പോവുക. സന്തോഷം നിൽക്കുക, ഞാൻ ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പുറകെ ചെന്നു. പക്ഷേ ഇവനിങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങ് ഇറങ്ങി അങ്ങ് പോയി. പ്രൈസ് ദി ലോർഡ്. ഞാൻ നോക്കിയപ്പോൾ ആ മാതാപിതാക്കൾ അവരുടെ മുഖം അങ്ങ് ആകെ വിവരണമായി. അവരുടെ പാസ്റ്റർ അപമാനിക്കപ്പെട്ടു എന്നുള്ള വിഷമം. ഞങ്ങൾ പറഞ്ഞു, അതൊന്നും പേടിക്കണ്ട, ഞങ്ങളിതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നത്, അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. പ്രൈസ് ദി ലോർഡ്. എന്തായാലും ഞങ്ങൾ തിരിച്ചു പോന്നു. പോകുന്നതിന് ശേഷമായി ഞാൻ സാധാരണ സഭകളിലൊക്കെ ആലയത്തിൽ ചെന്നിരുന്ന പ്രാർത്ഥിക്കുന്നേ. അതിൻ്റെ അടുത്ത ദിവസം ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നിരുന്നപ്പോൾ പ്രൈസ് ദി ലോർഡ്
ആമേൻ, ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചില ചിന്തകൾ, ആലോചനകളൊക്കെ ദൈവം തരുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് അത് പങ്കിടാറുണ്ട്. ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ചപ്പോൾ, ലീന, അവര് തങ്കച്ചൻ ബ്രദറും സാറാമ്മ സഹോദരിയും, അവർക്ക് വിശ്വാസി വന്നതിന് ശേഷം ഇട്ട പേരാണ്. അവർക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ലാത്തതുകൊണ്ടല്ലേ അവർ അപമാനിക്കപ്പെടുന്നത്. അവർക്കൊരു സ്വന്തമായ ഭവനം ഉണ്ടെങ്കിൽ ഇത് മാറത്തില്ലേ? നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ദിവസങ്ങളിൽ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഫാസ്റ്റിങ്ങിന് മുൻപ് ദൈവം ചെയ്തൊരു കാര്യം, ആ സഭയിലുള്ള ഒരു കുടുംബം, അവർ ഗുജറാത്തിൽ സുവിശേഷ വേല ചെയ്യുന്നു, ചില മിഷൻ പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട്. വർഷങ്ങളായിട്ട് അവർ ഈ സഭയിൽ, അവർ മാത്രം, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ സഭയിലെ ഒരു മോളാണ്, അല്ലെങ്കിൽ വിവാഹം കഴിച്ചു, പിന്നെ സഹോദരി, അല്ലെങ്കിൽ പാസ്റ്റർ അമ്മാമ്മ നമ്മുടെ സഭയിലെ മെമ്പറാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവർക്ക് ഈ കുടുംബത്തെക്കുറിച്ച് നേരത്തെ അറിയാം. അവർ പക്ഷേ ഈ പല സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു മുറി, ഒരു അടുക്കളയും, പിന്നെ ഒരു ഒരു കയറി ചെല്ലുന്ന മുറിയുമുള്ള, അങ്ങനെ സ്വീകരണ മുറി, ഒരു ബെഡ്റൂം, ഒരു അടുക്കളയുള്ള ചെറിയ വീടുകൾ വെച്ചു കൊടുക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ പ്രാവശ്യം അവിടെ നിന്ന് വന്ന ആ സഹോദരന്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവർക്ക് ഒരു ഭവനം വെച്ചു കൊടുക്കണം. ഇവർക്ക് സ്ഥലമുണ്ട്, റോഡ് സൈഡിൽ തന്നെ സ്ഥലമുണ്ട്. ആമേൻ, വെച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം വന്നു. പ്രൈസ് ദി ലോർഡ്. സംഭവിച്ച കാര്യം, 21 ഡേയ്സ് ഫാസ്റ്റിംഗ്. സഭയിൽ ഞാൻ ഈ വിഷയം പറഞ്ഞു, മധ്യസ്ഥ അണച്ച് ദൈവമക്കൾ പ്രാർത്ഥിച്ചു. 21 ഡേയ്സ് ഫാസ്റ്റിങ്ങിന്, ആമേൻ ഹല്ലേലൂയ, ഈ കുറ്റിയടിച്ച് ആമേൻ പ്രാർത്ഥന ആരംഭിച്ചു. 21 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ ഹൗസ് വാമിങ് നടക്കാൻ ഇടയായി തീർന്നു. സ്തോത്രം. ആമേൻ. തല താഴ്ത്തിയിരുന്ന ഒരു കുടുംബത്തിന് വേണ്ടി ഒരു സഭ മധ്യസ്ഥത അണയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ, പ്രൈസ് ദി ലോർഡ്, എന്ത് സംഭവിച്ചെന്നറിയാമോ? അവരുടെ തല ഉയരാനിടയായി. അവിടെ ഹൗസ് വാമിങ് മാത്രമല്ല, അവിടെ വീട്ടു പ്രാർത്ഥന നടക്കുന്നു. ഏത് സമയത്തും കർത്തദാസന്മാർ കടന്നിലാണ് സാഹചര്യം ഉണ്ടാകുന്നു. ആ മാതാപിതാക്കളുടെ തലയെ ദൈവം ഉയർത്താനിടയായി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ ദൂതും ദൈവമക്കൾക്ക് മനസ്സിലായോ? ഇടിവിൽ നിൽക്കാൻ ചിലരുണ്ടെങ്കിൽ, സ്തോത്രം, ഏത് സാഹചര്യങ്ങളെയും വർഷങ്ങളായി ഇവർ അനുഭവിക്കുകയായിരുന്നു. അതിനു മുമ്പ് ദിവസന്മാർ പാർസിലെന്ന് പറയുന്നില്ല. എനിക്ക് ദൈവം പ്രത്യേക നിയോഗം തന്നപ്പോൾ, ദൈവസഭയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ, ഒരു മധ്യസ്ഥത പ്രാർത്ഥന ശക്തമായി ഉയർന്നപ്പോൾ, ആമേൻ ഹല്ലേലൂയ, ദൈവത്തിന്റെ കരം മറുവശത്ത് പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ, ആമേൻ സ്തോത്രം, രണ്ടാമതായി എവിടെയാണ് തലകൾ ഉയരുന്നത്? മധ്യസ്ഥത അണയ്ക്കാൻ, ആമേൻ, ഇന്റർസെഷന് വേണ്ടി ചില ആളുകൾ തയ്യാറാകുമ്പോഴാണ് തലകൾ ഉയരുവാനിടയായി തീരുന്നത്. സ്തോത്രം. മൂന്നാമത്തെ ചിന്തയിലേക്ക് നമുക്ക് വരാം. മൂന്നാമത്തെ ചിന്ത, ആമേൻ, സങ്കീർത്തനം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യമാണ്. സ്തോത്രം. ആരെങ്കിലും ഒരാൾ വളരെ വേഗത്തിൽ ഇത് ഓൺ ചെയ്തിട്ട് വായിക്കാമോ? നിങ്ങളിൽ ആർക്കാണ് സ്പീഡുള്ള നോക്കട്ടെ. സങ്കീർത്തനം 3:3 എളുപ്പമുള്ള ഭാഗമാണ്. നിങ്ങളുടെ മ്യൂട്ട് മാറ്റിയിട്ട്. ഓക്കെ. നീയോ യഹോവേ, എനിക്ക് ചുറ്റും പരിചയവും എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ, നിങ്ങൾ എല്ലാവരും ഇരുട്ടത്തിരിക്കുന്നതുകൊണ്ടേ നിങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ആണ് ഞാൻ ഇങ്ങനെ ഒരു അവസരം തന്നത്. ബ്രദർ സജി ജോസഫ്, നീ അച്ചായമലാണെന്ന് എനിക്ക് അറിയത്തില്ല, ആ പേര് മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ വേഗത്തിൽ അത് വായിപ്പാനായിട്ട് ഇടയായല്ലോ. 3-ാം സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. തന്റെ മകനായ അബ്ശാലോമിന് മുമ്പിൽ നിന്ന് ദാവീദ് ഓടിപ്പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനം നമുക്കറിയാം. തല കുമ്പിട്ട് കിദ്രോൻ തോട് കടന്ന് ചെരുപ്പിടാതെ രാജാവും തന്റെ കൂടെയുള്ളവരും പോകുന്ന ഒരു ചരിത്രം. നമ്മുടെ വിഷയം തല ഉയർത്തുക എന്നുള്ളതാണ്. ആമേൻ. 1-ാമത്തെ ഭാഗത്ത് എല്ലാവരുടെയും തല താഴ്ന്നിരുന്നപ്പോൾ ഒരുവന്റെ തല ഉയർന്നു, അത് ദൈവത്തെ കണ്ടവൻ, അല്ലെങ്കിൽ ദൈവിക ദർശനത്തിലേക്ക് ശ്രദ്ധ തിരിച്ചവൻ. 2-ാമത്തെ ഭാഗം നമ്മൾ ചിന്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ചിലര് മധ്യസ്ഥ അണയ്ക്കാൻ, ഒരു ആമോസ് മധ്യസ്ഥ അണയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവം ന്യായവിധി മാറ്റി യാക്കോബിന്റെ തല, ആമേൻ, നിവർന്നു നിൽക്കുവാൻ ഇടയായി തീർന്നു. 3-ാമത്തെ ചിന്ത, ആമേൻ, നാം വായിച്ച വേദഭാഗത്തുണ്ട്, നീയോ യഹോവേ, എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ദാവീദ് നിരാശയോടെ തല കുമ്പിട്ട് കൊണ്ടുപോകുമ്പോൾ പാടുന്ന ഒരു സങ്കീർത്തനം. നമുക്കതിന്റെ പശ്ചാത്തലമൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. വളരെ തന്ത്രപൂർവ്വം അബ്ശാലോം കാര്യങ്ങൾ ചെയ്ത് രാജസ്ഥാനം കൈവശമാക്കിയതുമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നോക്കുക, ദാവീദിന് മുൻപിൽ തൻ്റെ സൈന്യാധിപന്മാർ, മന്ത്രിമാർ, തൻ്റെ ഏറ്റവും അടുത്ത അനുചരന്മാർ പറഞ്ഞൊരു വാചകമുണ്ട്. ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ വിശ്വസിക്കുന്നൊരു വാചകം. രാജാവേ, ഞങ്ങളെല്ലാം നിന്റെ മുൻപിൽ പരിചയമായിട്ടുണ്ട്. ഞങ്ങളെ കൊന്നിട്ടല്ലാതെ, നമ്മുടെ നാട്ടിൽ പറയുമല്ലോ, എൻ്റെ ശവത്തെ ചവിട്ടിയിട്ടല്ലാതെ നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ കൊന്നിട്ടല്ലാതെ, എൻ്റെ ജീവൻ പോകാതെ ഒരിക്കലും അങ്ങയെ തൊടാൻ കഴിയത്തില്ല. ദാവീദിന്റെ മുൻപിൽ പരിചയമായി നിന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ വീരന്മാരുടെ പട്ടികയൊക്കെ നമുക്ക് ശമൂവേലിന്റെ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ.
പക്ഷേ അബ്ശാലോം തന്ത്രപൂർവ്വം രാജസ്ഥാനം കൈവശമാക്കി ആളുകളെ സ്വാധീനിച്ചപ്പോൾ ദാവീദ് ഒന്നുകൂടെ നോക്കിയപ്പോൾ ആ പരിചകളുടെ ഇടയിൽ എവിടെയൊക്കെയോ ഗ്യാപ്പ് കണ്ടു. ഇന്നലെ ഞങ്ങളുടെ ജീവൻ പോയാൽ മാത്രമേ ദാവീദെ അങ്ങേ തൊടത്തുള്ളൂ എന്ന് പറഞ്ഞ പലരും ശത്രുപക്ഷത്ത് പോയി ചേർന്നു, ശത്രുപാളയത്തിലായി. പരിചയായി നിൽക്കേണ്ട പലരും, പ്രതിരോധമായി നിൽക്കേണ്ട പലരും ശത്രുവിന്റെ ഭാഗത്ത് പോയപ്പോൾ ദാവീദ് ഒന്നുകൂടെ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ടല്ലോ. എന്താണെന്നറിയാമോ? ദൈവം അവന് ചുറ്റും പരിചയ. പ്രൈസ് ദി ലോർഡ്. ദൂത് എത്ര പേർക്ക് മനസ്സിലായി? പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയാറുണ്ടല്ലോ, കൂരിരുട്ടുള്ളിടത്തെ നക്ഷത്രങ്ങൾ കാണാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ മസ്കറ്റിൽ വന്നപ്പോൾ ഞങ്ങൾ നടക്കാനും പോയി, ഞാനും വൈഫും കൂടെ. പ്രൈസ് ദി ലോർഡ്. ഈ ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രമൊന്നുമില്ല. അപ്പോൾ ഞാനും വൈഫും തമ്മിൽ പറയാറുണ്ട്, എടാ ഇന്ത്യയിൽ മാത്രമേ, കേരളത്തിൽ മാത്രമേ ആകാശം നക്ഷത്രമുള്ളൂ, ഇവിടെ ഒന്നും ഇല്ലേ? ഈ നക്ഷത്രം ഇല്ലാഞ്ഞിട്ടല്ല, കാണാത്തതിന് കാരണം ഇവിടെ രാത്രിയെല്ലാം പകൽ പോലെ വെളിച്ചമാണ്. അതുകൊണ്ട് ഈ നക്ഷത്രത്തെ കാണാൻ സാധിക്കത്തില്ല. നമുക്കറിയാം, രാത്രി ശരിക്കും കൂരിരുട്ടുള്ള രാത്രിയിലാണ് നക്ഷത്രങ്ങൾ നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയുന്നത്. നമ്മുടെ നാട്ടിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ മഴ പെയ്യുമ്പോഴൊക്കെ കറണ്ട് പോകുന്നതുകൊണ്ട് നക്ഷത്രം നമുക്ക് നന്നായിട്ട് കാണാനുള്ള അവസരം തരുന്നുണ്ട്. അങ്ങനെ ഗുണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോ നോക്കുക, ഇവിടെ ഇതുവരെ ചുറ്റും പരിചയമായി പലരും ഉണ്ടായതുകൊണ്ട് ഈ അപ്പുറത്തുള്ള പരിചയം ദാവീദ് ഒരു പക്ഷെ കണ്ടു കാണത്തില്ല. എന്നാൽ അങ്ങനെയുള്ള പലരും മാറിപ്പോയപ്പോൾ അവൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി, ചുറ്റും പരിചയ. ഫ്രണ്ടിൽ മാത്രമല്ല, എവിടെ നിന്ന് ആക്രമണം വന്നാലും അവിടെ നിന്നൊക്കെ തടുക്കാനായിട്ട്, പ്രതിരോധമായിട്ട് ദൈവം എൻ്റെ ചുറ്റുമുണ്ട്. സ്തോത്രം. ഇന്ന് പകൽ ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറയുന്നവർ ഒരു വാക്ക് മതി മാറിപ്പോകാൻ. ജീവൻ നൽകുമെന്ന് പറയുന്നവർ അവൻ ചെറിയൊരു വിഷയം മതി അവൻ മറുഭാഗത്തേക്ക് പോകാൻ. ഇതൊക്കെ സംഭവിക്കുമ്പോഴും അവൻ നമ്മുടെ അവസ്ഥകളെ അറിയുന്ന, മനുഷ്യരാൽ സ്വാധീനിക്കപ്പെടാൻ കഴിയാത്ത ഒരു സർവശക്തനായ ദൈവമാണ് നമുക്ക് ചുറ്റും പരിചയമെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, പിശാചിന്റെ പദ്ധതികൾക്ക് മുമ്പിൽ അവൻ അത്ഭുതകരമായി സൂക്ഷിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഇനി നോക്കുക, ദാവീദ് പറയുക, നീ എന്റെ മഹത്വമാണ്. രണ്ടാമത്തെ പദം, നീ എന്റെ മഹത്വമാണ്. അവൻ അബ്ശാലോം രാജസിംഹാസനത്തിൽ ഇരുന്നാലും ദൈവത്തിന് മഹത്വം കിട്ടുകയില്ല. പക്ഷെ ദാവീദ് ഗുഹയിൽ പോയി കിടന്നാലും, അവൻ ശത്രു രാജ്യത്ത് പോയാലും ദാവീദ് പറയുക, നീ എന്റെ മഹത്വമായിരിക്കും, ഞാൻ എവിടെയും നിന്നെ മഹത്വപ്പെടുത്തും. സ്തോത്രം. മൂന്നാമത്തെ പദം താൻ പറയുന്നു, നീ എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ആമേൻ. പ്രൈസ്. നിരാശയോടെ പോകുന്നേ ശിമെയി വന്ന് ശപിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാം. ആമേൻ. ഹല്ലേലൂയ. പുരോഹിതൻ ചെന്ന കാര്യം നിങ്ങൾക്കറിയാം. അവിടെയൊക്കെ ദാവീദ് പറഞ്ഞ വാചകങ്ങൾ നമുക്കറിയാം. ആമേൻ. തല കുമ്പിട്ട് പോകുമ്പോൾ അവൻ വിശ്വാസത്താൽ ഒരു പ്രഖ്യാപനം നടത്തുകയാ. എന്താ പ്രഖ്യാപനം എന്ന് അറിയാമോ? നീ എന്റെ തല ഉയർത്തുന്ന ദൈവമാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം മൂന്നാമത്തെ ചിന്ത, ആമേൻ, ആരുടെയാണ് തല ഉയരുന്നത്? വിശ്വാസത്താൽ പ്രഖ്യാപിക്കുന്നവരുടെ, വിശ്വാസത്താൽ വാക്കുകൾ പറയുന്നവരുടെ. അവൻ അഭിഷേകത്തിന്റെ നാവ് എനിക്കും നിനക്കും തന്നത് നിരാശയുടെ വാക്ക് പറയാനല്ല, ശാപത്തിന്റെ വാക്കുകൾ പറയാനല്ല. അവൻ ഈ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാനാ. പ്രതിസന്ധികളുടെ നടുവിലും വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് ആമൻ ഹല്ലേലൂയ നമ്മുടെ അനുഭവങ്ങൾ കഴിഞ്ഞ കാലം എത്രയോ ദൈവം അനുഗ്രഹമാക്കി തീർത്തു. എന്റെ ജീവിതത്തിൽ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. വളരെ നിരാശപ്പെട്ട്, വളരെ ഭാരപ്പെട്ട സന്ദർഭങ്ങളിൽ പറഞ്ഞ ചില വാക്കുകൾ ദൈവം അതുപോലെ സൈൻ ചെയ്ത് തന്ന അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കും അതേ അനുഭവം ഉണ്ടായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ആമേൻ, സ്തോത്രം, ദൈവസന്നിധിയിൽ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ കഴിയുന്നവർക്കായി ദൈവം നമ്മുടെ തലകളെ ഉയർത്തുന്നു. അതിനോട് ചേർന്നൊരു ചിന്തയാണ് 20-ാം സങ്കീർത്തനത്തിന്റെ 7-8 ചിന്ത. അതുകൂടെ പറഞ്ഞ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. വളരെ വേഗത്തിൽ സമയം തീരുന്നല്ലോ. ആമേൻ. സങ്കീർത്തനം 20-ന്റെ 7-8 വാക്യങ്ങൾ അതിങ്ങനെയാണ്. നമുക്ക് വളരെ പരിചയമായ വാക്യങ്ങളാണ്. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. 20-ാം സങ്കീർത്തനം യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുൻപ് രാജാവിന് വേണ്ടി, ആമേൻ, സൈനികർക്ക് വേണ്ടി ഒക്കെയുള്ള ഒരു പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 21-ാം സങ്കീർത്തനം യുദ്ധം കഴിഞ്ഞ് ജയിച്ച് തിരിച്ചു വരുന്ന രാജാവും ആമേൻ ജനവും കൂടെ ദൈവസന്നിധിയിൽ സന്തോഷം പങ്കിടുന്ന, നന്ദി പറയുന്ന അനുഭവമാണ്. അപ്പോൾ യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഇവർ പറയുകയാണ്, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അടുത്ത പദം, അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുന്നു. ഒന്ന് ഞാൻ പറഞ്ഞു, മൂന്നാമത്തെ ഭാഗം നമ്മുടെ നാവ് കൊണ്ട്. നാലാമത് അതിനോട് ചേർന്നൊരു കാര്യമാണ്, ഇവിടെയും നാവ് കൊണ്ടാണ് യുദ്ധത്തിന് മുമ്പ് പോകുമ്പോൾ ഇവർ പറയുന്നത്. ആമേൻ, ദൈവം ഞങ്ങൾക്ക് വിടുതൽ നൽകും. ഒരു ചെറിയ സംഭവം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മിസ്രൈമിൽ നിന്ന് കടന്നു പോകുന്ന ഇസ്രായേൽ ജനം, അവര് പിന്നെ ചെങ്കടലിന് മുമ്പിൽ എത്തി നിൽക്കുമ്പോൾ നമുക്കറിയാം, പുറകിൽ നിന്ന് ഫറവോൻ ഞാൻ പിന്തുടരും, ഞാൻ കൊള്ള പങ്കിടും എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പുറകിൽ വരുന്നു. ഇരുവശവും പർവ്വതങ്ങൾ. പ്രൈസ്. രക്ഷപ്പെടാൻ മാർഗമില്ല. മിസ്രയീമ രഥങ്ങൾ ശ്രേഷ്ഠമാണ്, കുതിരകൾ ശ്രേഷ്ഠമാണ്, ഇതൊക്കെ നമുക്കറിയാം.
മിസ്രൈമിന്റെ പ്രത്യേകത അതാണ്. ആ അതിവേഗത്തിൽ വരുമ്പോൾ കുഞ്ഞുകുട്ടികളുമായി വീട്ടു സാധനങ്ങളുമായി മൃഗങ്ങളുമായിട്ടൊക്കെ വരുന്ന ഇവർക്ക് വളരെ വേഗത്തിൽ പോകാനായിട്ടൊന്നും സാധിക്കത്തില്ല. അങ്ങനെ ഈ ജനം അടുത്തു വരുന്ന കണ്ടപ്പോൾ നിരാശയോടെ ചോദിക്കുന്നു, മിസ്രൈമിൽ ശവക്കുഴിയിലാഞ്ഞിട്ടാണോ മോശെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് മരിക്കാനായിട്ട്? മരണം മാത്രമാണ് ഇവർ മുഖാമുഖമായി കണ്ടത്. പക്ഷെ അതിന് മധ്യ ദൈവം വഴി തുറന്നു. അക്കരയ്ക്ക് ഇവർ കടന്നു പോകുന്നു. അക്കരെ ഇവരെ പിന്തുടരാൻ ശ്രമിക്കുന്ന ഫറവോനും സൈന്യവും അവിടെ തകരുന്നു. ഇനി ഈ വാക്യം നിങ്ങൾ നോക്കിയേ, അവർ കുനിഞ്ഞു വീണുപോയി. അപ്പോൾ അവരെങ്ങനെ നിൽക്കുകയായിരുന്നു? നിവർന്നു നിൽക്കുകയായിരുന്നു. നിവർന്നു നിന്നവരല്ലേ കുനിഞ്ഞു വീണുപോയി. എന്നിട്ട് അടുത്ത വാചകം, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ എന്തുവായിരുന്നു? ഞങ്ങൾ വീണ് കിടക്കുകയായിരുന്നു. വീണ് കിടന്ന് ഞങ്ങൾ എഴുന്നേറ്റു നിവർന്നു നിന്നു. ചെങ്കടലിൽ ഇത് സംഭവിച്ചു. തൊട്ടു മുൻപ് അക്കരെ വീണ് കിടന്ന ഇസ്രായേൽ ജനം ദൈവം പറഞ്ഞനുസരിച്ച് ഇക്കരെ വന്നു കഴിഞ്ഞപ്പോൾ അവരെ പിന്തുടർന്ന് ആക്രോശത്തോടെ എത്തിയ സൈന്യം ഈ ചെങ്കടലിൽ തകർന്ന് വീണപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഈ വാക്കുകൾ അക്ഷരികമായി വെളിപ്പെട്ടു. ഇന്നലെ ഉയർന്നു നിന്നവർ, അഹങ്കാരത്തോടെ നിന്നവർ, ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യം അതല്ലേ? ഇന്ന് ചിലരൊക്കെ വാദിയെ പ്രതിയാക്കുന്നു. അവൻ അധികാരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, അവൻ ഏത് വിധത്തിലുള്ള അധികാരത്തെയും കൈവശമാക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ദൈവം എല്ലാറ്റിനും മുമ്പിൽ എക്കാലത്തും ഇടപെട്ടിട്ടുണ്ട്. സ്വേച്ഛാധിപതികൾ, ഏകാധിപതികൾ, ക്രൂരന്മാരായി ഭരണം നടത്തിയ കാലഘട്ടങ്ങളിലും ദൈവം എക്കാലത്തും മൗനമായിരുന്നിട്ടില്ല. കരയുന്ന കരച്ചിലിന് മറുപടി ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങെങ്കിൽ നമ്മുടെ രാജ്യത്തും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ അവൻ പറഞ്ഞതിനെ അവസാനിപ്പിക്കാം. ഇവർ പറയുകയാ, അവർ കുനിഞ്ഞു വീണുപോയി. ഞങ്ങളുടെ മുൻപിൽ ഉയർന്നു നിന്ന പലരും ഇതാ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിച്ചവർ, സൈനിക ബലത്തിൽ ആശ്രയിച്ചവർ, സമ്പത്തിൽ ആശ്രയിച്ചവർ, അധികാരത്തിലും പദവിയിലും ആശ്രയിച്ചവർ, അവർ കുനിഞ്ഞു വീണുപോയി. പക്ഷേ ഞങ്ങൾ വീണ് കിടന്നവർ, ദൈവത്തിൽ ആശ്രയിച്ചവർ, യഹോവയുടെ നാമത്തെ കീർത്തിച്ചവർ, ഞങ്ങളിതാ എഴുന്നേറ്റ് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ദൈവമക്കളെ, നമ്മുടെ മുൻപിൽ പ്രതിസന്ധിയായി നിൽക്കുന്ന, പ്രതികൂലമായി നിൽക്കുന്ന പലതിന്റെയും മധ്യത്തിൽ ദൈവത്തെ കീർത്തിക്കുന്ന ജനം അവൻ എഴുന്നേറ്റ് നിൽക്കാൻ ഇടയായി തീരും. സമയം അവസാനിച്ചത് കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാ. അവൻ എഹെസ്കേൽ 37:10 വചനവും പരിശുദ്ധാത്മാവും ഇടപെട്ട് അവൻ ചിതറി കിടന്ന അസ്ഥികൾ എഴുന്നേറ്റ് നിവർന്ന ചരിത്രം കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവൻ നിങ്ങൾ ചിന്തയ്ക്കായിട്ട് അതുകൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ അവൻ നമ്മുടെ ദർശനമെന്ത്, അവൻ മധ്യസ്ഥ പ്രാർത്ഥന, നാം പറയുന്ന വാക്കുകൾ, ഇതൊക്കെ അനുസരിച്ചാണ് നമ്മുടെ തലകൾ ഉയരുന്നത്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി അവൻ യേശു കർത്താവ് വന്നത് നാം തലകുനിച്ച് നിൽക്കാനല്ല, തല ഉയർത്തി നിൽക്കാൻ. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യാം. ഒരുമിച്ച് ദൈവനാമത്തെ കീർത്തിക്കാം, ദൈവകൃപയിൽ ശരണപ്പെടാം. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ തലകളെ ദൈവം ഉയർത്തട്ടെ, പ്രതിസന്ധികളെ ദൈവം മാറ്റട്ടെ, കൃപകൾ നമ്മെ മറയ്ക്കട്ടെ. എന്നെ ഈ യോഗത്തിനായി ക്ഷണിച്ച കർത്താവദാസനെ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പ്രിയ ജോണി പാസ്റ്ററോട് നന്ദി അറിയിക്കുന്നു. എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന കർത്താദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും എന്നെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസനോട് ദൈവദിനത്തിന് ഒരു നിമിഷം നമുക്ക് സമർപ്പിക്കാം. വളരെ വ്യക്തമായി പലരും കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മെ ഓർപ്പിച്ചു ഉണർത്തിയ ദൈവശബ്ദത്തിന് മുമ്പിൽ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവത്തിന്റെ ആ വലിയ വിടുതലിന്റെ കരം ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ, സംഭവങ്ങളുടെ നടുവിൽ പലപ്പോഴും വീണുപോയ, തലകുനിഞ്ഞു പോയ, തല താഴ്ത്തിയ, തലനിവരാതായി പോയ ജീവിത സാഹചര്യങ്ങളെ അവർ കുനിഞ്ഞ് വീണുപോയി. ഞങ്ങളുടെ തല നിവർത്തി എന്നത് നമ്മൾ കേട്ടതുപോലെ നമ്മുടെ തലയെ നിവർത്തുന്ന, താണിരുന്നവർക്ക്, കുനിയിരുന്നവർക്ക് ദൈവത്തിന്റെ ദയ കൊണ്ട്, ദൈവത്തിന്റെ കൃപ കൊണ്ട്, കരുണ കൊണ്ട്, ദൈവശക്തിയാൽ, ദൈവാത്മാവിനാൽ, പരിശുദ്ധാത്മശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ബലം കൊണ്ട് നമ്മെ ജീവിപ്പിക്കുന്ന, നമ്മെ ഉണർത്തുന്ന, എഴുന്നേൽപ്പിക്കുന്ന ദൈവ ഇടപെടൽ വിവിധ മേഖലകളിൽ, വിവിധ നിലകളിൽ ആയിരുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ തലയെ നിവർത്തിയ ദൈവത്തിന്റെ കരത്തെ കുറിച്ച് എന്ത് കേൾക്കാനിടയായി.
എല്ലാ നിയമങ്ങളും ഒരു നിമിഷം മുമ്പാകെ വചനത്തിന് മുമ്പാകെ സമർപ്പിച്ചാണ്. വളരെ ആവശ്യമായ ചില ദൈവിക ദൂതുകളാണ് ഇന്ന് ലഭിച്ചത്. വളരെ ഭാരത്തോടെ കടന്നു പോകുന്നവരുണ്ട്. തല കുമ്പിട്ടിരിക്കുന്നവരുടെ ദൈവത്തിന്റെ വലിയ കരം അവരെ തൊട്ട് നമ്മെ തൊട്ട് നമ്മുടെ തലകളെ നിവർത്തുവാൻ, ദൈവം നമ്മെ ഓർക്കുവാനായിട്ട് അതുപോലെ തന്നെ ഇന്ന് പകൽ വചനം സംസാരിച്ച കഥാവിന്റെ ദാസനെയും തന്റെ കുടുംബത്തെയും തലമുറയെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ വളരെ ചെറിയ പ്രായ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. ദീർഘകാലങ്ങൾ ഈ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാൻ അവസരങ്ങൾ നൽകി. ദൈവം തന്നെ എത്രത്തോളം ഉയർത്തിയല്ലോ, ദൈവം നടത്തിയ വഴികൾക്കായി, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വലിയ വിധങ്ങൾക്കായി ദൈവത്തിന് മഹത്വം. പ്രിയദാസന്റെ ദാസൻ സൗപോളിനും തന്റെ കുടുംബത്തിനും വേണ്ടി ദൈവം തന്നെ വരും കാലങ്ങൾ വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുവാൻ, ആയുസ്സും ആരോഗ്യം നൽകുവാൻ, ദൈവത്താൽ സൂക്ഷിക്കുവാനായിട്ട് കരങ്ങൾ വെച്ച് ഒരു നിമിഷം പ്രാർത്ഥി. എല്ലാ ദൈവമക്കളും വചനത്തിനു മുമ്പാകെ നമ്മുടെ തല നിവർത്തുന്നവന്റെ മുമ്പിൽ, എഴുന്നേൽപ്പിക്കുന്നവന്റെ മുമ്പിൽ, പിശാചിന്റെ പ്രവൃത്തിയിൽ അഴിക്കുന്നവന്റെ മുമ്പിൽ, ജയം നൽകുന്ന കർത്താവിന് മുമ്പിൽ നമ്മെ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഈ ആരാധന ഞങ്ങൾ ദൈവൊരുക്കിയ നിങ്ങളുടെ ദാസന് വേണ്ടി നൽകിയ ദൂതനായി, വചനത്തിനായി നന്ദി. നിങ്ങളുടെ മകൻ ഇനിയും ശക്തമായി കാര്യങ്ങൾക്ക് ആശ്വാസമായി തീരത്തക്ക രീതിയിൽ ഉപയോഗിക്കേണ്ടതിനായി, ബലമുള്ള കരത്താൽ സൂക്ഷിക്കേണ്ടതിനായി, ായിരിക്കുന്ന രാജ്യത്തെ സഭയിൽ തന്നെ ഒരു അനുഗ്രഹമാക്കേണ്ടതിനായി, അനേകർക്ക് തന്നെ ഒരു അനുഗ്രഹമായി ദൈവരാജ്യത്തിന് ഒരു വലിയ മുതൽക്കൂട്ടായ തീരുമാനങ്ങൾ ദാസനെയും കുടുംബത്തെയും കർത്താവിന്റെ ബലമുള്ള കരുണയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സഭ അനുഗ്രഹിച്ച് ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവിന്റെ പ്രാർത്ഥന